നമ്മള് പിന്നെ മൂന്നാമത്തെ ദിവസത്തെ പ്രോഗ്രാമാണ്. നമുക്കൊരു ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പൊള്യൂഷനെ പറ്റി പഠിച്ചു. ഇനി ധാരാളം പൊള്യൂഷൻ പഠിക്കാനുണ്ട്. പക്ഷെ അത് എങ്ങനെ പരിഹരിക്കാം, നമുക്ക് ലഭ്യമായ അറിവുകൾ എന്തൊക്കെയാണ്, ആ അറിവുകൾ നമ്മൾ സ്വായത്തമാക്കി അത് എങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് ചില ചില ചെടികളുണ്ടാവും, ചില വൃക്ഷങ്ങളുണ്ടാവും, അത് എങ്ങനെയൊക്കെ നമ്മൾക്ക് ലഭ്യമാക്കാം, അത് ഏതൊക്കെ സമയത്ത് ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ച് പഠന വിധേയമാക്കുന്നത്. ഇത് പുതുതായിട്ട് ചേർന്ന ആൾക്കാരുടെ അറിവിന് വേണ്ടി ഒരു കാര്യം പറയുന്നു. നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത് IFPH എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ്, ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി. ഇതിനകത്ത് കേരളത്തിലും നമ്മുടെ ഇന്ത്യയിൽ നിന്നും കൂടാതെ തന്നെ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ ഇപ്പം ആക്റ്റീവായിട്ട് 35-ലേറെ രാജ്യങ്ങളുണ്ട്. നേരത്തെ നമുക്കൊരു 65 രാജ്യങ്ങളുമായിട്ട് നല്ല റാപ്പോർട്ട് ഉണ്ടാക്കി അതിൽ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഇംഗ്ലീഷ് പ്രോഗ്രാം കേൾക്കാനും കാണാനും 35 രാജ്യത്തെ ആൾക്കാർ സജീവമായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അവരുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഹോമിയോപ്പതിയുടെ പ്രചാരത്തിന് വേണ്ടി സർക്കാരും മറ്റുള്ള സാമൂഹിക സംഘടനകളും കൂടി ചെയ്യുന്ന കാര്യത്തെപ്പറ്റി, അവിടെയുള്ള പഠന രീതി, പ്രാക്ടീസ് കാര്യങ്ങളെ പറ്റിയൊക്കെ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 3-ാം തീയതി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അസംബ്ലിയിൽ ഒരു പ്രസംഗം നടത്തിയതിൻ്റെ വീഡിയോ പലരും പക്ഷേ കണ്ടിട്ടുണ്ട്, പത്ര ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാകാം. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ആയുഷിന് വേണ്ടി നല്ല രീതിയിലുള്ള പ്രൊപ്പഗൻഡ ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ആയുർവേദത്തിൽ ഒരു മരുന്ന് നമുക്കെല്ലാം അറിയാം, അശ്വഗന്ധ, ഹോമിയോപ്പതിയിലുണ്ടല്ലോ അശ്വഗന്ധ, അത് ഇംഗ്ലണ്ടിൽ പരീക്ഷണം നടത്താൻ വേണ്ടി ആക്റ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കേരള ഗവൺമെൻറ് തന്നെ അസംബ്ലിയിലൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾക്ക് വേണ്ട ഒരു കൂട്ടായ്മയോടുകൂടി ഈ എന്തൊക്കെ മേഖലകളിൽ ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്നുള്ള കാര്യമാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഈ ഒരു 3-4 വർഷം കൊണ്ട് തന്നെ മെറ്റീരിയൽസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. മറ്റുള്ള വൈദ്യശാസ്ത്രത്തിൽ സാധിക്കാത്ത കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ സംസാരിക്കുന്ന എയർ പൊല്യൂഷന് വേണ്ടി ചില മരങ്ങൾ വളർത്തി. ഇത് വേനൽക്കാലത്തൊക്കെ അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ഒന്നുകിൽ ഉണങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ വേണ്ടത്ര വളർച്ച ഉണ്ടാവില്ല. അതിനൊക്കെ കീടനാശിനി അടിച്ചിട്ട് വളർത്തേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരിക്കൽ ഓർമ്മയില്ല, ഏതാണ്ട് ഒരു 12 വർഷത്തിന് മുമ്പെയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നമ്മൾ ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് അവർ വേറൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു. ഞാൻ ഈ തേക്കിൻ്റെ കാര്യം പറയുമ്പോൾ സംസാരിക്കാം. അതുപോലെ തന്നെ മറ്റുള്ള വാഴ, ഇതുപോലെ ചെടികളൊക്കെ വളർത്തുമ്പോൾ അല്ലെങ്കിൽ ചിലതാദികൾ വളർത്തുമ്പോൾ അതിന് വൈറസ് രോഗം ബാധിക്കുന്നു, അതുകൊണ്ട് ഇത് നശിച്ചു പോകുന്നു. പിന്നീട് പകർച്ച ആയിട്ടുള്ള ചില രോഗങ്ങൾ മനുഷ്യർക്കുള്ളത്, അതുപോലെ മറ്റ് ചെടികൾക്കും മൃഗങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട്. എല്ലാ മേഖലയിലും ഹോമിയോപ്പതി മരുന്ന് പ്രായോഗികമാകാം. പക്ഷേ മറ്റുള്ള മാർഗങ്ങളിലൂടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപകടമാണെന്ന് മനസ്സിലാക്കിയിരിക്കെ നമ്മുടെ മെഡിസിന് സേഫാണ്. അപ്പം അതുകൊണ്ട് ഓർഗാനിക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ, ഓർഗാനിക് മിൽക്ക്, എഗ്ഗ് അല്ലെങ്കിൽ ഓർഗാനിക് മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും അത് കൂടുതൽ കാലം പ്രിസർവ് ചെയ്യാൻ, വേറെ ഒരു കെമിക്കലും ഉപയോഗിക്കാതെ ഷെൽഫ് ലൈഫ് എന്ന് തന്നെ പറയാം, ദീർഘകാലം സൂക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനും നമ്മുടെ ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് സാധിക്കുന്നുള്ള വ്യത്യസ്ത ഒരു കാഴ്ചപ്പാടാണ്. അതാണ് ഏറ്റവും നമുക്ക് വലിയൊരു മെറിറ്റ് ആയിരിക്കുന്നത്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇതിൽ എയർ പൊല്യൂഷൻ്റെ കാര്യത്തെപ്പറ്റി നമ്മൾ ആദ്യം ഒന്ന് പറയാം. കാർബൺ സിക്വസ്ട്രേഷൻ ഇസ് ദി പ്രോസസ്. അപ്പോൾ ഈ കാർബൺ സിക്വസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് UN തന്നെ നടപ്പിലാക്കിയ കാര്യങ്ങളാണ്. അത് അന്തരീക്ഷത്തിലുള്ള കാർബൺ വലിച്ചെടുത്തിട്ട് ഇല്ലായ്മ ചെയ്യുക. അത് കാർബൺ ഡയോക്സൈഡ് ഒരുപാട് വിഷവസ്തുക്കൾ അന്തരീക്ഷത്തുണ്ട്. ഇത് മുഴുക്കെ മരങ്ങൾ കൊണ്ട് നട്ടുവളർത്താം. മരങ്ങൾ നട്ടുവളർത്തിക്കൊണ്ട് ഇത് സാധ്യമാക്കാം. ഇത് വളരെ മരം എത്ര കാലം നിൽക്കുന്നുണ്ട് അത്ര കാലം വരെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല ഒരു സെക്കൻഡ് ഇടവിട്ട് ഒന്നും അല്ല, അത് കണ്ടിന്യൂസ് പ്രൊസീജിയറാണ്. അപ്പോൾ അത് വലിച്ചെടുക്കുന്നുണ്ട്. പിന്നെ തേക്ക് മരമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. ഒരു പഠനം നടത്തിയിട്ടുണ്ട്. 10 മുതൽ 30 സെൻറ്റിമീറ്റർ
വരെയുള്ള ഒരു മരത്തിന് ഒരു തടിക്ക് 3.70 ടണ്ണ് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് ഉപകാരിയായ ഒരു മരമാണ് തേക്ക്. അപ്പോൾ അത് മറ്റുള്ള മരങ്ങളെ അപേക്ഷിച്ചിട്ട് ഇന്ത്യയിൽ വളർത്തുന്ന ഇന്ത്യയിലെ തേക്ക് ഉണ്ട്, അത് മറ്റുള്ള രാജ്യങ്ങളിൽ അപൂർവമായിട്ടൊക്കെ ഉണ്ടാവും. ഉഷ്ണമേഖല പ്രദേശത്താണ് തേക്ക് സാധാരണ വളരുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന, ഇന്ത്യയിൽ ഉൾപ്പെടെ ഏത് സംസ്ഥാനത്തും ഈ തേക്ക് വളർത്താൻ പറ്റും. പക്ഷെ ചില മണ്ണിലാണ് ഈ തേക്ക് പിടിക്കാൻ പറ്റുന്നത്. അത് ഒരു നമുക്ക് ഏറ്റവും സാധാരണക്കാർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഈ തേക്കട എന്ന് പറഞ്ഞിട്ട് ഒരു പരന്ന ഒരു ചെടിയുണ്ട്. അത് നമ്മുടെ നാട്ടിലൊക്കെ ആനച്ചുവടി എന്ന് പറയുന്നു, പലരും കണ്ടിട്ടുണ്ടാവും. അത് സ്റ്റാർ പോലെ 9-11 ഇടയ്ക്കുള്ള ഇലകളുണ്ടാവും, പരന്ന കിടക്കുന്ന. അത് ഒരു പൂത്ത് തണ്ടിൽ, ഒരു ഉയർന്ന ഒരു തണ്ടിലേക്ക് ഒരു 4 ഇഞ്ച് മുതൽ 7 ഇഞ്ച് വരെ ഉയരത്തിൽ അത് പൂത്ത് ഒരു തണ്ടിലേക്ക് വന്നിട്ട് പിന്നെ അതിൽ നിന്ന് കായ അവിടെ തന്നെ കിടക്കും. ആ ചെടി ഉള്ള സ്ഥലത്താണ് തേക്ക് അതായത് വളരെ കൂടുതലായിട്ട് തേക്ക് വളരാൻ പറ്റിയ ഒരു മണ്ണ്. ഇത് സാധാരണ കർഷകരിന് തിരിച്ചറിയാവുന്നേ ഉള്ളൂ. ആ ചെടി വളരാത്തൊരു സ്ഥലത്ത് തേക്കിന് നല്ലൊരു എക്സിസ്റ്റൻസ് ഇല്ല. അത് എത്ര വളർത്തിയാലും അത് ഒരു പരുവത്തിലൊക്കെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് തേക്ക് ആണ് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് നമുക്കിവിടെ കേരളത്തിൽ നട്ടു വളർത്താവുന്നത്. അത് തന്നെ നല്ല ഇൻകം കിട്ടുന്നില്ലേ. അപ്പോൾ ഇവിടെ പഠനം നടത്തിയത് ഗുജറാത്ത് എക്കോളജി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അവരാണ് ശരിക്കും പറയുകയാണെങ്കിൽ പല മരങ്ങളിൽ പഠനം നടത്തിയപ്പം തേക്കിന് ഈ കാർബൺ സെക്വസ്ട്രേഷന് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വെറും 10 മുതൽ 30 സെൻറ്റിമീറ്റർ വണ്ണമുള്ള ഒരു മരത്തിന്, തേക്ക് മരത്തിന് 3.70 ടണ്ണ് കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് ക്ലിയർ ചെയ്യാൻ, വായു ശുദ്ധമാക്കാൻ സാധിക്കുന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അതുപോലെ തന്നെ ചൂട് കുറയ്ക്കാനും ഇതിന് നല്ലൊരു കഴിവുണ്ട്. സ്വാഭാവികമായിട്ട് കാർബൺ ഡയോക്സൈഡ്, മറ്റുള്ള കാർബൺ മോണോക്സൈഡ്, കെമിക്കലൊക്കെ അല്ലെങ്കിൽ മെറ്റൽസ് ഒക്കെ പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ല കൂളിംഗ് എഫക്റ്റാണ് അത് ആ ഏരിയയിൽ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾക്ക് മനസ്സിലാകുന്നത്, തേക്ക് തോട്ടത്തിൽ ഇലയില്ലാത്തപ്പോൾ കയറി കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാകുന്നുള്ള കാര്യം എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്, റബ്ബർ പ്ലാന്റേഷൻ പോലെ. തേക്കിൻ്റെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേര്, അല്ലെങ്കിൽ വിദേശത്ത് അറിയപ്പെടുന്ന പേരുണ്ട് സഗ്വാൻ. എൻ്റെ ബൊട്ടാണിക്കൽ നെയിം എന്ന് പറയുന്നത് ടെക്ടോണ ഗ്രാൻഡിസ്. നമുക്ക് തേക്ക് കണ്ടാൽ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ടെക്ടോണ ഗ്രാൻഡിസ്. അത് നീലഗിരി ഏരിയയിലുള്ള തേക്കാണ് കുറച്ചുകൂടി നല്ലതായിട്ട് മനസ്സിലാക്കുന്നത്. എന്നാലും 2.70 എത്തുന്നില്ല. എന്നിരുന്നാൽ ഓരോ ഏരിയയിൽ ഓരോരോ തരത്തിലുള്ള കാർബണാണ് സെക്വസ്ട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഇവിടെ നീലഗിരി തേക്കുകൾ 2.46 ലക്ഷം ടണ്ണാണ് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നത്. അതുപോലെ നീം ട്രീ, നമ്മുടെ പിന്നെ ഇതുണ്ടല്ലോ, നീം ട്രീ എല്ലാവർക്കും അറിയാം. അതിന് കപ്പാസിറ്റി 1.45 ലാക്സ് ടണ്ണേ ഉള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നീം ട്രീക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്. പക്ഷെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നീലഗിരി തേക്കിൻ്റെ വലിക്കുന്ന അത്രയും കാർബൺ ഡയോക്സൈഡ് ഈ നീം വലിച്ചെടുക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അത് ഉപയോഗിക്കാം, മറ്റ് വളരാത്ത സാഹചര്യത്തിൽ ഇത് ഉപയോഗിക്കാമല്ലോ. ആ ടോട്ടൽ 51 മരത്തെ പറ്റിയാണ് ഇവർ റിസർച്ച് ചെയ്ത് നോക്കിയത്. ഇതിൽ ഏതൊക്കെയാണ് ഏറ്റവും നല്ലത്, ഏതൊക്കെ യോജിക്കുന്നത്, കാലാവസ്ഥയായിട്ട് യോജിച്ചു പോകുന്നു, വളരാൻ സാധിക്കുന്നത്, തടിക്ക് വണ്ണം കൂടുന്നതനുസരിച്ചിട്ട് കൂടുതൽ കാർബൺ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ള സത്യം. പിന്നെ ഗുജറാത്തിലെ ഫോർമർ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ശ്രീ CN പാണ്ഡെ, അവരും മറ്റുള്ള ടീം അംഗങ്ങളും കൂടി ചേർന്നാണ് ഈ പഠനം നടത്തിയത്. ക്ലൈമറ്റ് ചേഞ്ചിന് ഇതിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യപ്പറ്റി അവർ വിശദമായി പഠനം നടത്തിയിട്ടാണ് നമുക്ക് കിട്ടിയ യൂണിവേഴ്സിറ്റി ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ കീഴിലാണ് അവർ പഠനം നടത്തിയത്. അപ്പോൾ കുറേ ആധികാരികമായിട്ടുള്ളതാണ്. പിന്നെ
അതിൻ്റെ പേര് തന്നെ പറയാം. കാർബൺ സിക്വസ്ട്രേഷൻ നമ്മൾ നേരത്തെ കണ്ടത് 3.70 ടണ്ണ്. പിന്നെ യുക്കാലിപ്സ്, നീലഗിരി യുക്കാലിപ്സ്, അത് കുറച്ചുകൂടി ഭേദമാണ്. 2.47 ടണ്ണ് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നു. പിന്നെ വേറൊരു ചെടി, അതെനിക്ക് ഇവിടെ പരിചയമില്ല, അസാർട്ടിക്ക ഇൻഡിക്ക, നമ്മുടെ ഇത് നീം, അത് 1.45. കാസുറീന, നമ്മളുടെ സാധാരണ പറയുന്നത് കാസുറീന, അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് എൻ്റെ മലയാളം അറിയുന്നില്ല. ഈ ഇവിടൊക്കെ നമ്മൾ ബീച്ചിലൊക്കെ വളർത്തിയിട്ടുണ്ട്. പിന്നെ അക്കേഷ്യ, അത് ഒരു കൂട്ടം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്, അത് ഏറ്റവും കുറവ് വലിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അക്കേഷ്യ നമ്മൾ വളർത്തേണ്ട കാര്യമില്ല. കാശുറീന വളർത്താം, പിന്നെ അസാർട്ടിക്ക ഇൻഡിക്ക നീം വളർത്താം, പിന്നെ അതേപോലെ തന്നെ യുക്കാലിപ്സ് തരക്കേടില്ല, അത് വേറെ ഗുണങ്ങളുണ്ട്. യുക്കാലിയ എണ്ണ ഉണ്ടാക്കാനൊക്കെ പറ്റും, നീലഗിരിയിൽ ഉണ്ടാകുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ഗുണം കിട്ടുന്നത് തേക്ക്. പിന്നെ വലിയൊരു അതിശയിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷനിലൊക്കെ നമ്മൾ വളരെ ആക്റ്റീവാണ്. ആരോഗ്യവും വിദ്യാഭ്യാസത്തിലൊക്കെ നമുക്ക് നേതൃത്വ സ്ഥാനമുണ്ട്, മുന്നിലാണ്. പക്ഷേ ക്ലീൻലിനെസ്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഒട്ടാകെ, പ്രത്യേകിച്ച് ഇന്ത്യ ഒട്ടാകെ ഒരു ആൾക്കാരിൽ പഠനം നടത്തിയപ്പോൾ കേരളത്തിലാണ് പിന്നെ ഇത്തിരി പെശകുള്ളത്. വിത്ത് ദ ലോവസ്റ്റ് സ്കോർ ഓഫ് 661.26 നമ്മുടെ ക്ലീൻലിനെസ്സിൽ നമ്മുടെ ഇന്ത്യയിലത്തെ റാങ്ക്. കേരള ഈസ് ദ ലാസ്റ്റ് സ്പോട്ട് ഇൻ ദ ക്ലീൻലിനെസ് സർവേ കണ്ടക്ടഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ്. അപ്പം പെരുദോഷം ഇവിടെ മാത്രമല്ല, ഇന്ത്യ മൊത്തത്തിലേക്ക് എത്തി. അപ്പം നമ്മൾ പറയുന്നു, പ്രവർത്തിക്കുന്നു, ആഘോഷിക്കുന്നു, പ്ലക്കാർഡ് അടിക്കുന്നു, പക്ഷെ എന്തോ ഒരു പോരായ്മ നമ്മളിലുണ്ട്. വിദ്യാഭ്യാസമായിട്ടും പിന്നെ സാക്ഷരതയിലും മുൻപന്തി നിൽക്കുന്ന കേരളത്തിന് ഈ ഒരു അപവാദം നമുക്കുണ്ടായി. അത് മിനിസ്ട്രി, കേന്ദ്രമന്ത്രിയുടെ അർബൻ ഡെവലപ്മെന്റ് വിഭാഗമാണ് ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ ആള് തന്നെ ഈ വീണ്ടും പിന്നെ ഓരോരോ കാര്യത്തെപ്പറ്റി പഠനം നടത്തിയിരിക്കുന്നു. എത്ര മരങ്ങളുണ്ട്, അതിനൊക്കെ ക്വാളിറ്റി ഉണ്ടെന്നുള്ള കാര്യം പഠനം നടത്തിയിരിക്കുകയാണ്. പക്ഷെ അത് ഡീസെൻട്രലൈസ് ചെയ്തു. പിന്നെ അത് പതക്, അദ്ദേഹം അതിനെ വീണ്ടും താല്പര്യപൂർവ്വം റിട്ടയർ ചെയ്തെങ്കിലും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളാണ്. പിന്നീട് ആ റിസർച്ച് ടീമിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. എടുത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കാൽക്കുലേറ്റിംഗ് കാർബൺ സിക്വസ്ട്രേഷൻ. അത് ഇത് കണക്കിലെടുക്കാൻ ഈ കാർബൺ ഡയോക്സൈഡ് എത്രത്തോളം വലിച്ചെടുത്ത് മാറ്റുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത്. അത് ശരിയാണ്, കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഈ യുക്തിസഹജമായ രീതിയിൽ ഓരോ ആളുകളും ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വൈമനസ്യം കാണിക്കുന്നത് കൊണ്ടാണ് അവർ പറയുന്നത് ഇത് വളരെ ടഫസ്റ്റ് പാർട്ട് ഓഫ് ദി റിസർച്ച് എന്ന് പറയുന്നത്. അവർ റിസർച്ച് ചെയ്തപ്പോൾ ഈ നല്ല രീതിയിലുള്ളൊരു കമൻറ്റ് ചെയ്യാനോ ഡാറ്റ കൊടുക്കാനോ ആളുകളില്ലാതെ വന്നുകൊണ്ടുള്ള അഭിപ്രായമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 33.66 മില്യൺ ടൺസ് ഓഫ് കാർബൺ ആണ്. അപ്പോൾ ഈ നമ്മുടെ നോൺ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ മറ്റുള്ള ഫോറസ്റ്റ് സെക്യൂർഡ് ഏരിയ ഉണ്ട്, അത് ഫോറസ്റ്റായിട്ട് മാർക്ക് ചെയ്ത് അല്ലാത്ത ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഈ ചെറിയ ചെറിയ വനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, കാവുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ മരം വളർത്തുന്നു. ഇതൊക്കെ ഗുജറാത്തിൽ ഒരു പഠനം നടത്തിയപ്പോൾ ഇങ്ങനെ ഒരു 30 കോടി മരങ്ങൾ ഈ ഇത്തരത്തിൽ ഗുണപ്രദമാകുന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ അവർ ചെയ്തപ്പോൾ 30 കോടി മരങ്ങൾ വളർത്തിയപ്പോൾ അവർക്ക് 33.66 മില്യൺ ടൺസ് കാർബൺ ആണ് അവർക്ക് പിന്നെ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് പിന്നെ അന്തരീക്ഷം ശുദ്ധമാക്കിയത്. അത് നമുക്കിവിടെ ചെയ്യാവുന്നേ ഉള്ളൂ. 2015 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും, അതായത് ഉദ്ദേശിച്ച് IIT കാൺപൂറുമായിട്ട് ചേർന്നൊരു പ്രോഗ്രാം നടത്തി.
ആ ഇൻഡെക്സിങ് നടത്തുക. അതായത് എത്രത്തോളം പൊല്യൂഷൻ ഉണ്ട്, അതിൻ്റെ തോത്, എയർ പൊല്യൂഷൻ്റെ തോത് എത്രത്തോളം ആണെന്ന് അന്ന് 2019 ഒരു പ്രോജക്റ്റ് എടുത്തിട്ട് അവർ ചെയ്തപ്പോഴേ വളരെ കൃത്യമായ രീതിയിൽ ഒരു അളവാണ് മനസ്സിലാക്കിയത്. അപ്പോൾ 20 മുതൽ 30% വരെ PM2.5 എന്ന് പറഞ്ഞ അതേ പാർട്ടിക്കിൾ 2.5, അതായത് അത്ര നാനോ ലെവലുള്ള പാർട്ടിക്കിൾ, അതുപോലെ തന്നെ 10 സൈസിലുള്ള പാർട്ടിക്കിളും അത് കുറയ്ക്കാൻ വേണ്ടി ഒരു പദ്ധതിയാണ് 2024 ആകുമ്പോഴത്തേക്ക് ഒരു പദ്ധതി ഇട്ടത്. ഇത് വളരെയധികം കുറയ്ക്കണം, ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും IIT കാൺപൂറും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാം, എയർ ക്വാളിറ്റി ഇൻഡെക്സ് തിട്ടപ്പെടുത്തിക്കൊണ്ട് അത് 2024 വരെ ടാർഗറ്റ് വെച്ച് മൂവ് ചെയ്യാനാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അത് ആക്റ്റീവായിട്ട് തുടങ്ങിയത് 2017 അവിടെ നിന്നാണ് ഇനിയിപ്പം 2024 വരെ എന്ത് വേണമെന്നുള്ള പ്ലാൻ ഇട്ടത്. ഇപ്പം 102 സിറ്റികളിലാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. അത് നാഷണൽ ആംബിയൻറ്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, അതിലേക്കാണ് ഇവർ ലക്ഷ്യത്തിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രൊജക്റ്റിന് പേരിട്ടുണ്ട്. പിന്നെ അത് 1600 കിലോമീറ്റർ നമ്മൾ ഗുജറാത്തിൽ ഒരു 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 ഭയങ്കരമായ രീതിയിൽ ഒരു റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റോഡും അതിൻ്റെ പരിസരത്തെല്ലാം കൂടി ഇങ്ങനെ നല്ല അറഗവല്ലി റേഞ്ച് ഫ്രം ഗുജറാത്ത് ടു ഡൽഹി, അത്രയും 1600 കിലോമീറ്റർ നീളത്തിലും 5 കിലോമീറ്റർ വൈഡായിട്ടുള്ള അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഒരു പിന്നെ ഒരു ജലാശയം, നദിയുടെ ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അണക്കെട്ടിൻ്റെ ഏരിയ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ റോഡിൻ്റെ ഒക്കെ സൈഡിൽ അത്രയും വ്യക്തമായ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അത് 10 കൊല്ലം കൊണ്ട് തീർക്കും എന്നുള്ളൊരു പദ്ധതിയാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ അതിശയിക്കുന്ന ഒരു വാക്കാണ്, നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 30 രാജ്യങ്ങളിൽ, ലോകത്തിൽ 30 സിറ്റികളിൽ ഏറ്റവും കൂടുതൽ പൊള്യൂഷൻ ഉള്ളതാണെന്ന് 2019 കണ്ടെത്തിയപ്പോഴേ അതിൽ 21 ഇന്ത്യയിലാണ്. ഇത് ലോകരാജ്യങ്ങളിൽ ഉണ്ടായ ഒരു WHO നടത്തിയ ഒരു പഠനമാണ്. അപ്പോൾ ഈ 21 സിറ്റികൾ ഇന്ത്യയിലാണെന്ന് കേൾക്കുമ്പോൾ എത്രയിലാണ്? 30 സിറ്റികളിൽ 21 ഇവിടെയാണെന്ന്. അപ്പോൾ അതിൻ്റെ സേഫ് ലിമിറ്റൊക്കെ പറയുന്നത് നമ്മൾ വളരെയധികം അപകടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ലിമിറ്റ് അങ്ങനെ പറയാൻ തന്നെ യോഗ്യത നമുക്കില്ല. അതൊക്കെ 10-15 ഇരട്ടി WHO പറഞ്ഞേക്കാളും കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പൊള്യൂഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം? എല്ലാവരും വിചാരിക്കുന്നത് ഇതൊക്കെ അങ്ങ് ആകാശത്ത് ഏറ്റവും ഉയരത്തിലല്ലേ പോകുന്നത്, ഇതൊക്കെ കാറ്റടിച്ചിട്ട് അങ്ങ് പോകും, നമ്മൾക്കൊന്നും പ്രശ്നമാവില്ല, ഇത് താഴോട്ടൊന്നും വരില്ല എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാക്കാം. കാരണം എനിക്കറിയില്ല, ഓരോരുത്തരുടെ ചിന്ത വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ ആസ്മ തുടങ്ങിയ ശ്വാസം മുട്ടൽ, അതായത് റെസ്പിറേറ്ററി ഡിസ്ട്രസ്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, അതിനകത്ത് എന്തൊക്കെ പെടാം? അതെല്ലാം ഈ എയർ പൊല്യൂഷൻ കൊണ്ടുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ ടി ബി തുടങ്ങിയ ലങ് ഇൻഫെക്ഷനാണ് രണ്ടാമത് 24%, മറ്റേത് 57%. പിന്നെ സാധാരണഗതിയിൽ ഉള്ള രോഗങ്ങളെല്ലാം നോക്കുമ്പോൾ ജനറൽ ഹെൽത്ത് പ്രോബ്ലം, പൊതുവെ ആളുകൾക്ക് പലതരം പല പല അസുഖങ്ങളുണ്ടാവും. അതിൻ്റെ എല്ലാത്തിനും 17%ആണ് എയർ പൊല്യൂഷൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ത്വക്ക് രോഗങ്ങൾ 14% കോൺട്രിബ്യൂട്ട്. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ, പിന്നെ പകർച്ച കംപ്ലൈൻറ്റോ നീറ്റിലോ നമ്മൾ കൺജക്റ്റിവിറ്റീസ് പറയുന്ന പോലുള്ള രോഗങ്ങളൊക്കെ 12% കോൺട്രിബ്യൂഷൻ. ഇതിനകത്ത് ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടത്, ഈ കാറ്ററാക്ട്, നമ്മൾക്ക് ഒരു 48-49% കാറ്ററാക്റ്റിന് കാരണം ലെഡ് ടോക്സിസിറ്റി ആണെന്ന് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ മൊത്തത്തിലൊരു ഐ ഇൻഫെക്ഷൻ എന്നൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ഐ ഇൻഫെക്ഷൻ. അതിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുന്നു. കണ്ണ്
ആയിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ എന്ന് പറയാം. അതുപോലെ ക്യാൻസർ 12%. ഇമ്പാക്റ്റ് ഓഫ് വെതർ, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം എല്ലാം വരുന്നത്, ചൂടും അമിത തണുപ്പും അമിത മഴയും അല്ലെങ്കിൽ വർഷങ്ങളോളം മഴ പെയ്യാതിരിക്കുക, ഇതെല്ലാം പറയുന്നതിൻ്റെ 10% കോൺട്രിബ്യൂഷൻ ഉണ്ടാകും. പിന്നെ ഗ്ലോബൽ വാർമിംഗ്, അത്യുഷ്ണം, അതൊക്കെ 45-52 വരെ പോയ രാജ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അത് 6%. ഇതിന് പ്രത്യേകിച്ച് രീതിയിൽ ഒരു ആൾക്കാരുടെ ഇപ്പോൾ കോൺട്രിബ്യൂഷൻ നടത്താൻ നിങ്ങളുടെ സഹകരണം വേണം, ഡാറ്റ വേണമെന്ന് പറഞ്ഞാൽ അവരൊക്കെ പറയുന്നത് അവരൊന്നും പ്രതികരിച്ചില്ല. അതുകൊണ്ട് ആ ലിസ്റ്റിൽപ്പെട്ട ഒരു 4% എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ലൈഫ് സ്പാൻ, നമ്മുടെ ജീവിത കാലഘട്ടം, എത്ര കാലം ജീവിച്ചിരിക്കും എന്നുള്ളതിൻ്റെ ഒരു നിഗമനത്തിലെത്താൻ വേണ്ടി 3% ആൾ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം അത്രയും ആയുസ് കുറയുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കേരളത്തിൽ തന്നെ എത്ര ആൾക്കാരിലാണ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് WHO തിട്ടപ്പെടുത്തിയത്? അതായത് നമ്മൾ കുഴപ്പമുള്ള രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ മാത്രം, എയർ പൊല്യൂഷൻ കാര്യത്തിൽ മാത്രം. അങ്ങനെ WHO ഡാറ്റാബേസിൽ പറഞ്ഞിരിക്കുന്നത്, ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ്റെ കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് 1600 സിറ്റി 91 രാജ്യങ്ങളിൽ 1600 സിറ്റികളിൽ അവർ പഠനം നടത്തിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് 124 സിറ്റി ഇന്ത്യയിൽ തന്നെയാണ്. പിന്നെ അതിനും ഏറ്റവും വലിയ അതിശയം, ആ 124 ഇന്ത്യൻ സിറ്റീസിനകത്തിന് 8 കേരളത്തിലാണ്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇത്രത്തോളം ഇഷ്യൂ വരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ സിറ്റികളിലും പ്രത്യേകിച്ച് നമ്മൾക്ക് 8 സിറ്റിയാണ്. 8 സിറ്റി എന്ന് വെച്ചാൽ 8 ജില്ലയാകാം, അല്ല ജില്ലയിൽ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കാം. അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. PM10 പാർട്ടിക്കിളിൻ്റെ 10 സൈസ് ഉള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ പത്തനംതിട്ട 23, കൊല്ലം 39, ആലപ്പുഴ 46, തിരുവനന്തപുരം 52, കോട്ടയം 55, കോഴിക്കോട് 57, കൊച്ചി 64, തൃശ്ശൂർ 73. ഇത് നമ്മൾ പഠനം നടത്തിയ സമയത്താണ് കേട്ടോ, ഇപ്പോഴത്തെ അല്ല. എന്നാലും ഇതിൻ്റെ വർഷം ഞാൻ ഓർക്കുന്നത് 3 വർഷത്തിന് മുമ്പാണ്. അത് അടുത്ത പേജിലുണ്ടാവും. എന്നിട്ട് പാർട്ടിക്കിൾ 2.5 ഉള്ളതിനകത്ത് പത്തനംതിട്ട 10, കൊല്ലം 17, ആലപ്പുഴ 20, തിരുവനന്തപുരം 23, കോട്ടയം 24, കോഴിക്കോട് 25, കൊച്ചി 28, തൃശ്ശൂർ 32. അപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു 50 ഒരു 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 അംഗീകൃത നടപടി എന്നെ ഇതാക്കി വയ്ക്കാം, കണക്കാക്കി വയ്ക്കാം 50. അപ്പോൾ പത്തനംതിട്ടയിൽ വന്ന് വളരെ നല്ലതാണ്. പക്ഷേ ഇപ്പോഴും പത്തനംതിട്ടയിൽ ഇപ്പം നമ്മുടെ അതൊരു ഇഷ്യൂ ഞാൻ പിന്നീട് പറയാനുണ്ടാവും, ഒന്നുകൂടെ സൂചിപ്പിച്ചേക്കാം. അപ്പോൾ പിന്നെ നല്ല രീതിയിൽ രോഗ ലക്ഷണങ്ങൾ വീണ്ടും കണ്ടുള്ളവർ രണ്ട് വാക്സിനേഷൻ എടുത്തവർക്ക് വരുന്നുണ്ടെന്നും പരാതിയുണ്ട്. പരാതിയല്ല, അത് അംഗീകൃത കാര്യം തന്നെ. പക്ഷെ അവിടുത്തെ എയർ ക്വാളിറ്റി നോക്കിയപ്പോഴേ പൊതുവേ പറയുകയാണെങ്കിൽ എയർ ക്വാളിറ്റി ബെസ്റ്റാണ് പത്തനംതിട്ടയിൽ. കാരണം ധാരാളം മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ പാർട്ടിക്കിൾ വെച്ചാൽ 10ഉം 2.5ഉം അവിടെ വെറും ലിമിറ്റാണ്. കാരണം ഇവിടെ തന്നെ നമുക്ക് നോക്കി അറിയാം നേരത്തെ ഉള്ള പഠന റിപ്പോർട്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന പാർട്ടിക്കിൾ 2.5ഉം 10ഉം, പാർട്ടിക്കിൾ 10ഉം 23. അതേസമയം കൊല്ലത്ത് നോക്കുകയാണെങ്കിൽ 39 ഉണ്ട് അവിടെ. ആലപ്പുഴ 46, അതുകൊണ്ട് ഓൾമോസ്റ്റ് 50നോട് അടുത്തായി. തിരുവനന്തപുരം 52, ഓവർ 50-ന് മുകളിലായിപ്പോയി. കോട്ടയം 50-ന് മുകളിലായി. കോഴിക്കോട് 50-ന് മുകളിലായി. കൊച്ചി അതിൽ, തൃശ്ശൂർ അതിനേക്കാളുള്ളൂ. അപ്പോൾ ഒരു 50 ലിമിറ്റ് പറഞ്ഞിരിക്കുന്നതിന് എക്സീഡ് ചെയ്യുന്നതാണ് ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെയൊക്കെയാണ് സ്വാഭാവികമായിട്ട് ഇത്തരം രോഗങ്ങൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ലിസ്റ്റിൽപ്പെട്ട റെസ്പിറേറ്ററി ഡിസ്ട്രസും എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്, ക്യാൻസറൊക്കെ. ഇനി നമ്മുടെ ഈ ഓരോ പോപ്പുലേഷൻ, അർബൻ പോപ്പുലേഷനെ പറ്റി ഉള്ള ഒരു പഠനം നടത്തിയിരിക്കുന്നു. അത് യൂറോപ്യൻ യൂണിയൻ ലിമിറ്റാണ് ഇതൊക്കെ. ഇതൊരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. WHO ഗൈഡ് ലൈൻസ് ആണിത്. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി യോഗ്യത ഇതുവരെ ആയിട്ടില്ല. നമുക്ക് സ്വപ്നത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം. ഭാവിയിൽ നമ്മുടെ എല്ലാവരുടെയും ശ്രമം കൊണ്ട് ധാരാളം മരങ്ങൾ,
ഇപ്പൊ എൻ്റെ വീടിന്റെ മുമ്പിൽ മരം നടാൻ എനിക്ക് സ്ഥലമില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് റോഡിന്റെ സൈഡിൽ അതിനുള്ള സർക്കാർ നീക്കി വെച്ച സ്ഥലങ്ങളുണ്ട്. സ്കൂള് കോളേജ് കോമ്പൗണ്ട് നടത്താം, അങ്ങനെ ബീച്ച് ഏരിയയിൽ വളർത്താം, അങ്ങനെ പല മേഖലകളിലും വയ്ക്കാം. അപ്പൊ ഇവിടെ തന്നെ നടണം നിർബന്ധമില്ല, ഇവിടെ തന്നെ ഓക്സിജൻ ഇവിടെ തന്നെ കിട്ടണമെന്നില്ല, ഒരിക്കലും കിട്ടില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ 10 മരം ഉണ്ടെങ്കിൽ അത് കാറ്റിലൂടെയൊക്കെ അത് വേറെടുത്ത് പോകും. അപ്പം വേറൊരാൾ നട്ടു വളർത്തുമ്പോഴാണ് കാറ്റടിച്ചിട്ട് എനിക്ക് കിട്ടുക. അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ മരങ്ങൾ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഈ വായു മാത്രമല്ലോ കുഴപ്പം. അപ്പോൾ ഈ ഫ്രഷ് വാട്ടർ ഫിഷിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അത് ബാഗ്ദാദിലെ ഇപ്പോൾ പല നടത്തിയിട്ടുണ്ട്, എനിക്ക് അത്രയും ലൈനിൽ കിട്ടിയില്ല, പിന്നെ ഫ്രീ ഡൗൺലോഡിങ് വേണമല്ലോ. അപ്പോൾ ബാഗ്ദാദിലെ ടിഗ്രിസ് നദിയിൽ ഒരു പഠനം നടത്തിയ കഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്, ഫ്രഷ് വാട്ടർ ഫിഷിൽ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് പരിശോധിച്ചപ്പം ഹെവി മെറ്റൽസ് ഉണ്ടെന്നുള്ളതാണ്. ഔട്ട് ഓഫ് ദി മെനി ഫിഷ് സീരീസ് ഇൻ ഇറാഖിലും ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ബാർബൂസ് എന്ന് പറയട്ടെ, അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു മീനാണ്. അതിലാണ് അവർ ഒരു പഠനം നടത്തിയത്. അവിടെ 20 മീനുകളിൽ ഒരു പഠനം നടത്തി. അത് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് പ്രത്യേകിച്ച് അവർ സെലക്ട് ചെയ്തത്. കാരണം ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ പഠനം നടത്തിയത്. ബാഗ്ദാദിന്റെ വടക്ക് പിന്നെ സൗത്ത് ഭാഗത്ത് പഠനം നടത്തി. അറ്റമിക് AS ഉപകരണം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ പറ്റുള്ളൂ. കോൺസെൻട്രേഷൻ ഓഫ് ഹെവി മെറ്റൽസ് എക്സീഡ്. ഇതിപ്പം WHO പറയുന്ന അല്ലെങ്കിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡിന് എല്ലാം കടത്തി വെച്ചിട്ട് എക്സീഡ് ദ അക്സെപ്റ്റബിൾ ലെവൽസ് ഓഫ് ഫുഡ് സോഴ്സസ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റിനേക്കാളും കൂടുതലായിട്ടാണ് ആ ബാഗ്ദാദിൽ ടിഗ്രിസ് നദിയിൽ ആ വെള്ളത്തിൽ നടത്തിയ പഠനത്തിൽ ആ വെള്ളത്തിൽ വളരുന്ന മീന് പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ പ്രശ്നം അറിയുന്നത്. കാഡ്മിയമാണ്, ഹൈ ലെവൽ ഓഫ് കാഡ്മിയം അതിൻ്റെ ക്രോമിയം ലെവല്. നമ്മൾ വിചാരിക്കുക ഈ ക്രോമിയൊക്കെ എന്താ കൂടാൻ കാരണം. നമ്മൾ ഭക്ഷണത്തിൽ അത് കടന്നു കൂടുകയാണ്. എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം നമുക്ക് പലർക്കും അറിയില്ല. ഈ നിക്കലും ക്രോമിയവും ഒക്കെയാണ് ഇലക്ട്രോപ്ലേറ്റിങ്ങിന്, വാഹനങ്ങളൊക്കെ നല്ല വെട്ടി ഐശ്വര്യമായിട്ട് നല്ല ഐശ്വര്യമായിട്ട് കാണുന്നുണ്ടല്ലോ. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പെയിൻറ്റിങ്ങിലോ അല്ലെങ്കിൽ അതിനു വേണ്ടി മെറ്റൽസ് ഉണ്ടാക്കാനും മെറ്റൽസ് നല്ല മെഷീനിലൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുത്തുകൊണ്ട് വരുന്ന രീതിക്ക് ഈ ക്രോമിയൊക്കെ വലിയൊരു റോളാണ്. അതുപോലെ ചില പെയിൻറ്റിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലങ്സിനൊക്കെ വലിയ അപകടമാണ്. റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാക്കുന്നതിന് ഏറ്റവും ബെസ്റ്റാണ്. കാഡ്മിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ ക്യാൻസറും എല്ലിൻ്റെ തകർച്ച, ഇപ്പം നമ്മൾ പല പേപ്പറിലൊക്കെ കാണുന്നുണ്ട് എല്ലൊക്കെ വളഞ്ഞിരിക്കുന്നു, നേരെയാകുന്നില്ല. പിന്നെ സെലക്ട് ഫിഷ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ പിടിച്ച മീൻ മാത്രം ഉദ്ദേശിക്കുക. ചില മീനുകൾ ക്വാളിറ്റി ഉണ്ടാവും. അതുപോലെ കാഡ്മിയും ക്രോമിയും ഹയസ്റ്റ് കോൺസെൻട്രേഷൻ തന്നെയാണ്. വീണ്ടും അവർ പലതരം മീനെല്ലാം ഉപയോഗിക്കുന്ന ബാർബൂസ് എന്നുള്ള ഒരു മീനിലാണ് അവർ പഠനം നടത്തിയത്. WHO പറയുന്നതിനേക്കാളും വളരെ കൂടിയ അളവിലാണ്. ഇത് വീണ്ടും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയിരിക്കുകയാണ്. വീണ്ടും ലെഡ്, കാഡ്മിയം, സിങ്ക്, നിക്കല്, ക്രോമിയം, കോപ്പർ, ഇതൊക്കെ അവിടെയുള്ള തിലോപ്പിയ. നമ്മുടെ കേരളത്തിൽ തിലോപ്പിയ ധാരാളമായിട്ട് വളർത്തുന്നുണ്ട്. പക്ഷേ മത്സ്യം തിന്നുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന കുഴപ്പം പിടിച്ച് ഇത് എത്ര അളവുണ്ടെന്നും അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ പേജുകൾ 10,000-കണക്കിന് പേജുകളൊക്കെയാണ് ഓരോ ഹെവി മെറ്റൽസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം വന്ന് കേട്ടിട്ട് ഭയന്ന് മാറി നിന്ന്
ഈ പ്രോഗ്രാം നിർത്തിവെക്കുകയല്ല വേണ്ടത്. ഇത് എങ്ങനെ നമുക്ക് റിഡക്ഷൻ അറ്റ് ദ സോഴ്സ്, ഏത് കാര്യത്തിലൂടെയാണ്, ഇപ്പം വെള്ളത്തിൽ വളം മരം വളർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ സാങ്കേതിക വിദ്യയുണ്ട്. അതിനാണ് നമ്മൾ ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഫൈറ്റോ റെമഡിയേഷൻ ഞാൻ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ കുറച്ച് പറഞ്ഞിരുന്നു. പക്ഷെ അത് അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ 2 ക്ലാസ് കൂടെ 3 ക്ലാസ് ഉണ്ടല്ലോ, അതിലൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കുക. തിലോപ്പിയ മീനിന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേരളത്തിൽ പിന്നെ കടലിൽ വളർത്താതെ അല്ലെങ്കിൽ കരയിൽ ഒരു പ്രത്യേക രീതിയിൽ പല മാർഗത്തിലൂടെ കുളത്തിലൂടെ കൃഷി ചെയ്യുന്നു. അപ്പോൾ അതിൽ ഇത്തരം കുഴപ്പങ്ങളുണ്ടെന്നുള്ള കാര്യം നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇത് ഓരോ പോണ്ടിലും ഓരോ ലേക്കിലും റിവറിലും ലേക്കിലും ഒരു പഠനം നടത്തിയതാണ്. ഇതിപ്പോൾ വ്യത്യസ്തമായ അളവിലാണ് കാണുന്നത്. വീണ്ടും തിലോപ്പിയയിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ പൊള്യൂട്ടഡ് വാട്ടർ വളർത്തുകയാണെങ്കിൽ ഒരിക്കലും ശുദ്ധവെള്ളത്തിൽ ശുദ്ധവെള്ളം എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ വെള്ളം പരിശോധിക്കുമ്പോൾ അറിയാം അതിനകത്ത് കുഴപ്പമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന്. അതിനകത്ത് മെയിനായിട്ട് വെള്ളം മോശമായതുകൊണ്ടാണല്ലോ മീനിലേക്ക് ഇത് കടന്നത്. അപ്പോൾ കാഡ്മിയം, കോപ്പറുണ്ട്, ലെഡുണ്ട്, സിങ്കുണ്ട്. ഇത് മറ്റുള്ള സാഹചര്യത്തെ മറ്റുള്ള ഒരു മേഖലയിൽ മറ്റുള്ള വ്യത്യസ്ത തരം മീനിനെക്കാളിലും കൂടുതലായിട്ട് ഈ തിലോപ്പിയയിൽ കാണുന്നതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ WHO പറയുന്നതൊക്കെ ഇതിനേക്കാളും വളരെ കൂടുതലാണ്. അപ്പോൾ 10, 15 ppm ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ കാഡ്മിയം ഉള്ളത്. അതുപോലെ 3 പഠനം നടത്തിയിട്ടുണ്ട്: കാഡ്മിയം, കോപ്പർ, സിങ്ക്, ലെഡ്. അപ്പം ലെഡിൻ്റെ കോൺസെൻട്രേഷൻ പറഞ്ഞിരിക്കുന്നത് കോപ്പർ, സിങ്ക്, ലെഡ്, ഇത് 3 പഠനം നടത്തിയപ്പോൾ അതിനകത്ത് കണ്ടത് 20, 40, 80 ppm ആണ്. ശരിക്കും ഇതിൻ്റെയൊക്കെ വളരെ WHO പറഞ്ഞതിനേക്കാളും ഇതിൻ്റെ വളരെ കൂടിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മളിവിടെ തിലോപ്പിയയിൽ ആക്ച്വലായിട്ട് ആ പഠനം നടത്തിയപ്പോൾ കണ്ടത്. ഇനി ഇതിപ്പോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ പിന്നെ ഫ്രീ ആയിട്ട് ജലാശയത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അത് ഗംഗാ നദിയിലേക്ക് പണ്ടൊരിക്കൽ, അതിപ്പോഴും ആക്ഷൻ നടന്നുണ്ട്, ഗംഗാ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ചില പഠനങ്ങൾ കേരളത്തിൽ നടത്തണം, അങ്ങനെ ഒരു പദ്ധതി ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. അതിനുള്ള പ്രാരംഭ ചർച്ചകൾ കഴിഞ്ഞു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ നദികളിലും പൊള്യൂട്ടഡ് ആണെന്നും അതിന് 73% ജലാശയങ്ങളിൽ പൊള്യൂഷൻ ഉണ്ടെന്നുള്ള കാര്യം പഠനം പണ്ടേ വന്നിട്ടുള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരം പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ അന്നത്തെ പഠനത്തെ കണ്ട് തിരുവനന്തപുരം ആണ് ദ മോസ്റ്റ് പൊള്യൂട്ടഡ് സിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആക്ഷൻ പ്ലാൻ ശരിക്കും പറയുകയാണെങ്കിൽ പഠനം നടത്തും. COVID-19 അതിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് അവരവിടെ ആക്റ്റീവായി ചിന്തിച്ചത്. അപ്പോൾ ഒരു പഠനം നടത്തിയപ്പോൾ എയർ പൊല്യൂഷൻ തന്നെ വളരെ കുറഞ്ഞെന്ന് കണ്ടു. അപ്പോൾ എയർ പൊല്യൂഷൻ കുറഞ്ഞെന്നുള്ള കാണുമ്പോൾ ഈ കാഡ്മിയം, പിന്നെ കോപ്പർ, സിങ്ക്, ആഴ്സനിക്ക് തൊട്ടുള്ള ഹെവി മെറ്റൽസൊക്കെ അന്ന് പരിശോധന നടത്തിയപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കുറവായിട്ടാണ് കണ്ടത്. അപ്പോൾ വീണ്ടും ഇൻഡസ്ട്രി ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇത് വീണ്ടും വരുന്നതിൻ്റെ അർത്ഥം എന്താ? എയർ പൊല്യൂഷന് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടുള്ള അനവധി രോഗങ്ങളുണ്ടെന്നുള്ള കാര്യം നമ്മൾ വ്യക്തമാക്കേണ്ടത്. പിന്നെ ജിയോ കെമിക്കൽ റെക്കോർഡ് പരിശോധിച്ച് ഗംഗാ നദിയിലെ ആ സമയത്ത് അതിൻ്റെ 51 ദിവസം അടച്ചിട്ടത് കൊണ്ട് സ്വാഭാവികമായിട്ടും 50% ഹെവി മെറ്റൽസ് ഗംഗാ വെള്ളത്തിൽ കുറഞ്ഞു നിന്ന് കണ്ടു. അപ്പോൾ ഇത് വലിയൊരു പ്രസക്തമായ കാര്യങ്ങളാണ്. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് അല്ലാത്ത ഇൻഡസ്ട്രിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അത് അന്തരീക്ഷത്തെ നശിപ്പിക്കും, വെള്ളത്തെ നശിപ്പിക്കും, കുടിവെള്ളത്തെ നശിപ്പിക്കും. അത് നമ്മൾക്ക് ഇൻഡോ-US സയൻസ് ആൻഡ് ടെക്നോളജി ഫോറം, അത് നമ്മളൊരു ഓർഗനൈസേഷനായിട്ട് ഉണ്ടാക്കിയത് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വെളിച്ചത്തിലാണ്.
അപ്പോൾ അവർ എൻവയോൺമെൻറ്റൽ സയൻസ് എന്നുള്ള ആൻറ്റി ടെക്നോളജി എന്നുള്ള ഒരു ലെറ്റേഴ്സ് എന്നുള്ള ഒരു സീരീസ് ആയിട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകളൊക്കെ ഏറ്റവും കൂടുതൽ പൊല്യൂഷനുള്ള നദികളിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ രാജ്യത്ത് കാലിഫോർണിയയിൽ ഏതാണ്ട് 500 കിലോമീറ്റർ നീളമുള്ള ഒരു നദിയുണ്ട്. ആ നദിയിൽ ഇതേപോലെ തന്നെ അവിടെ ഉണ്ട് കുഴപ്പങ്ങൾ. നമ്മൾ വലിയ സന്തോഷമായി കണക്കാക്കുകയാണ് വെള്ളപ്പൊക്കം നല്ല വെള്ളമല്ല മഴ, അങ്ങനെ ബ്യൂട്ടിഫുൾ മൺസൂൺ എവരി ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വെള്ളപ്പൊക്കം കാരണം കൊണ്ട് നദി വെള്ളം പിന്നെ പുഴകളൊക്കെ വല്ലാതെ ഓവർഫ്ലോ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ഇൻഡസ്ട്രിയൽ വേസ്റ്റും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സംഭവിച്ചത് എല്ലാവരും ശ്രദ്ധിക്കണം. കടകളിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന കെമിക്കലൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം സ്വാഭാവികമായിട്ട് ഭാഷയോട്ട് പോയില്ലേ. അപ്പോൾ അതൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. പമ്പ, പെരിയാറ്, കരമന, കല്ലായി, വളപട്ടണം, മീനച്ചിൽ, ദി മോസ്റ്റ് പൊള്യൂട്ടഡ് റിവേഴ്സ് ഇൻ കേരള. ഈ വെള്ളത്തിൽ അവിടെയൊക്കെയാണ് നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ വെച്ചിട്ട് കുടിവെള്ളമാക്കുന്നതും അല്ലെങ്കിൽ പൈപ്പ് ലൈനിലേക്കൂടെ പോകുന്ന സംവിധാനങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ വെള്ളത്തിലൊക്കെ ഈ വളരെയധികം അപകടം പിടിച്ച ഹെവി മെറ്റൽസും മറ്റുള്ള രാസവസ്തുക്കളും കീടനാശിനികളും എല്ലാം കലർന്ന ഒരുതരം സൂപ്പർ കോൺസെൻട്രേറ്റഡ് ലെവലിലേക്കാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ കൂടുതൽ അറിയുന്നവരും കൂടുതൽ തലകറക്കമൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും മനസ്സിലാക്കിയേ പറ്റൂ. പിന്നെ ഈക്കോളെ നമ്മുടെ CWRDMലെ സയൻറ്റിസ്റ്റ് ഒരു 4-5 വർഷമായിട്ട് എടുത്തിട്ട് കേരളത്തിലുള്ള നദികളിൽ എല്ലാത്തിലും ഈക്കോളെ പഠനം നടത്തി. ഈക്കോളെ അങ്ങോട്ട് പെരുക അല്ല ഞാഞ്ഞൂൽ മാതിരി ഇങ്ങനെ ഞൊളച്ച് വരുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പഠന റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുക. ഇനി വേറൊരു പ്രശ്നമുള്ളത് ഈ പൊല്യൂഷൻ മാത്രമല്ല, അതിൻ്റെയൊക്കെ കോൺസിക്വൻസ് കൊണ്ട് പിന്നെ ഈ കടൽക്ഷോഭം കണ്ടില്ലേ. ഈ ഇവരുടെ വീട് ഇപ്പോൾ താമസിയാതെ എടുത്തുകൊണ്ട് പോകുന്ന ആ സ്റ്റേജ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ദുരിതങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സാൻഡ് ബാഗൊക്കെ മുഴുവൊക്കെ കടലിലേക്ക് അങ്ങ് പോവുകയാണ്. സീ ഇറോഷൻ അല്ലെങ്കിൽ പിന്നെ കോസ്റ്റൽ ഇറോഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇതൊക്കെ സാധ്യമാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഇത് നമ്മുടെ കേരളം മാത്രമല്ല, ഇതിപ്പോൾ ഒരു ഗോവയിൽ പോണ്ടിച്ചേരി ഭാഗങ്ങളിലൊക്കെ പഠനം നടത്തിയതാണ്. ഫ്രഞ്ച് കോളനി ഹോം, നിയർലി 1 മില്യൺ പീപ്പിൾ ഉള്ള സ്ഥലത്ത് ഉള്ള ആൾക്കാരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലാണെന്നുള്ള കാര്യം അവർ പഠനം നടത്തുന്നത്. ഒരു കോസ്റ്റൽ ലൈൻ്റെ 40 കിലോമീറ്ററാണ് ഈ ആരോവില്യ എന്നൊക്കെ പറയുന്നത്. വലിയ ഇതാണ് പ്രധാനപ്പെട്ട അംഗീകരിച്ച ടൂറിസം സെൻറ്റേഴ്സാണ്. അവിടെ എല്ലാം ഇതിൻ്റെ നാശത്തിലേക്ക് പോവുകയാണ്. ഇത് ഒരുപാട് സെക്ടർ തിരിച്ച് ഒരുപാട് പഠനം നടത്തിയിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും പഠനം നടത്തിയിരിക്കുന്നു, പക്ഷെ പരിഹാരം കാണുന്നുണ്ട്. നമ്മുടെ കുറേ പാറക്കല്ല് കൊണ്ടിടുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേ ഒരു സിമെൻറ്റ് ബ്ലോക്ക് പോലെയുള്ള സാധനങ്ങൾ, അതെല്ലാം കടലിൽ എടുത്ത് ദൂരെ കൊണ്ടുപോകല്ലേ. അവിടെയാണ് ഞാനൊരിക്കൽ ഒരു ഐഡിയ ഇടുന്നത്, ഈ പാറയുടെ ഇടയിൽ എന്താ ചകിരിച്ചോറോ അല്ലെങ്കിൽ കുറച്ച് മണ്ണും എല്ലാം ശേഖരിച്ച് ടൈറ്റായിട്ട് വീണ്ടും ലീച്ച് ചെയ്ത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് ഒലിച്ചു പോകാത്ത സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിൽ മുള നടുക. അപ്പോൾ ഈ ശക്തിയായ തിരമാല അടിക്കുമ്പോഴേ ഈ പാറയൊക്കെ തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മുളയുടെ വേര് ഇതിൻ്റെ ഇടയിലേക്ക് പടർന്ന് വലിച്ച ഒരു നെറ്റ് പോലെ അങ്ങ് പിന്നെ കിടക്കും. അപ്പം അങ്ങ് പറഞ്ഞു പോകില്ല. പിന്നെ മുളയ്ക്ക് ഭയങ്കരമായ ഒരു കഴിവുണ്ട്. കഴിവ് മാത്രമല്ല, കഴിവ് ഉദ്ദേശിക്കുന്ന ഈ രീതിയിൽ പിടിച്ചിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അതിൽ ടെൻസിൽ സ്ട്രെങ്ത് എന്ന് പറയാൻ, സ്റ്റീലിനേക്കാളും ബലമാണ് മുളയ്ക്ക്. കെട്ടിടപ്പണിക്കൊക്കെ സ്റ്റീലിന് പകരം മുള തന്നെ ഉപയോഗിക്കുക. അത് നമ്മൾക്കൊരു നാണക്കേടാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളാരും ചെയ്യാത്തത്. പക്ഷേ അതാണ്ട് 2800
ടെൻസിൽ സ്ട്രെങ്ത് സ്റ്റീലിനുണ്ടെങ്കിൽ, അല്ല 2500 ടെൻസിൽ സ്ട്രെങ്ത് സ്റ്റീലിനുണ്ടെങ്കിൽ മുളയ്ക്ക് 2800 ഉണ്ട്. അപ്പം 300 പോയിന്റ് കൂടുതലായിട്ട് കഴിവുള്ള നല്ല സ്ട്രെങ്ത്, ഒടിയില്ലല്ലോ മുള. അപ്പം ഈ നമ്മൾ ഈ പർപ്പസിന് വേണ്ടി നമുക്കത് ഉപയോഗിക്കാം. പിന്നെ ഇത് സാധാരണ ഇതിൽ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതൊക്കെ സാറ്റലൈറ്റ് മാർഗത്തിലൂടെയാണ്. ആ കോസ്റ്റിന് എത്രത്തോളം നഷ്ടപ്പെട്ടു, അങ്ങനെ 6000 കിലോമീറ്റർ കോസ്റ്റ് ലൈനാണ് നമ്മുടെ പെനിൻസുലാർ ഇന്ത്യയിൽ പഠനം നടത്തിയത്. അപ്പോൾ മനസ്സിലാക്കിയത് 1990-നും 2016-നും ഇടയിൽ 34 മുതൽ 40% വരെ സിവിയർ ഇറോഷൻ. അപ്പോൾ നോക്കണ്ട അതിൻ്റെ ആ കാഠിന്യം. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ മണ്ണും കേരളീയ കടലോരത്ത് താമസിക്കുമ്പോൾ, കടലോരം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ മാറിയാൽ പോലും ഈ അപകടം വരാം. ഇനി തൊട്ട് ഇനി 1.5 മീറ്റർ കടൽ ഉയരുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഭവിഷ്യത്തിനെ പറ്റി ചിന്തിക്കണം. പിന്നെ സാൻഡാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഒരിടത്ത് നിന്ന് സാൻഡ് ഒഴുകി പോകുന്നു അല്ലെങ്കിൽ മാറിപ്പോകുന്നു, വേറൊരിടത്ത് കുന്നുകൂടുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇക്കോസിസ്റ്റത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആ മണ്ണ് ഒരുപാട് വന്ന് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ അവിടെയൊക്കെയുള്ള ഫിഷർമാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അവർ പിന്നെ മീൻ പിടിക്കുന്ന ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ട് വരും. അവിടെ ഒരു ചെറിയ തോതിൽ മറ്റുള്ള ഉപാധികൾ ഉണ്ടാക്കിയാൽ പോലും അതൊക്കെ ഫില്ല് ചെയ്തു. ഇവിടുത്തെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ അവിടെ വരുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ പത്തനംതിട്ട കളക്ടർ ദിവ്യ എസ് അയ്യർ പറയുന്നത്, ശരിക്കും പറയുകയാണെങ്കിൽ 5042 ആൾക്കാരിൽ ഈ പോസിറ്റീവായി 2 ഡോസ് എടുത്ത ആൾക്കാരിലും വന്ന കാര്യം അവർ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ 2058 പോസിറ്റീവ്. ഇതൊക്കെ പത്ര ന്യൂസാണ്, പലരും വായിച്ചിട്ടുണ്ട്. അപ്പോൾ കോവിഷീൽഡ് എടുത്താലും കോവാക്സിൻ എടുത്ത ആൾക്കാരിലും 2 കൂട്ടർക്കും പത്തനംതിട്ടയിലും പ്രശ്നങ്ങളാണ്. ഇനി എന്താണ് പത്തനംതിട്ട പ്രശ്നങ്ങൾ എന്നാൽ നമ്മൾ എല്ലാവരും കൂടി ചിന്തിക്കണം, പഠന വിധേയമാക്കണം. അവിടെ പോകാൻ പറ്റില്ലെങ്കിലും നമുക്കൊരു പോയിന്റിലേക്ക് നമുക്ക് എത്താവില്ല. അത് എന്തുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കണം. അത് നേരത്തെ അല്ല പത്ര റിപ്പോർട്ടിലേക്ക് നമ്മൾ പോയിന്റായിട്ട് വരുന്നു. പമ്പാ നദി നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പത്തനംതിട്ടയിൽ ഏറ്റവും ദൈർഘ്യമായിട്ട് ഒഴുകുന്ന ഒരു നദിയാണ് പമ്പ. അതിൻ്റെ പേര് കിട്ടിയത് തന്നെ പമ്പയുടെ ആ ഉത്ഭവസ്ഥാനത്തിൻ്റെ അടുത്ത് തന്നെ. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ പിൽഗ്രിംസ് പോയിട്ട് കുളിക്കുക, എല്ലാ കാര്യങ്ങളും ദൈനംദിന കൃത്യങ്ങളൊക്കെ അവരവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇപ്പോഴൊക്കെ കുറച്ച് ഭേദമാണ്, കാരണം അത്രയും ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് അവിടെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിൽ ഹാർഡ്ലി 1% to 2% മാത്രമേ അവിടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിട്ടുള്ളൂ. പണ്ട് നമ്മുടെ പിന്നെ ഗംഗ ക്ലീനിങ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇപ്പോഴും കേരളത്തിൽ പ്രത്യേകിച്ച് ഈ നദിയെ പറ്റി ആണ് എല്ലാവർക്കും ഉത്കണ്ഠയായിരിക്കുന്നത്. അതിനകത്തുണ്ടായ പ്രശ്നങ്ങളൊക്കെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു, പരിഹാരം കുറച്ച് നടക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളും പരിഹാരം കൂട്ടിക്കൊഴിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും കൂടി ഒരു സപ്പോർട്ട് നമുക്ക് വേണം. ഈ മാലിന്യങ്ങൾ മുഴുവനും, അതുകൂടാതെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ അവർ ചില പിന്നെ എന്താ അവരുടെ നാട്ടു നടപ്പനുസരിച്ചിട്ട് എന്താ പറയുക, ആഷ് കൊണ്ടുവരാറുണ്ട്. അതിനകത്ത് ഒരുപാട് ടോക്സിക് സാധനങ്ങൾ ഉണ്ടാകാം. പിന്നെ വല്ല കളറിങ് മെറ്റീരിയൽസ്, അതൊരു പ്രശ്നങ്ങളായിരിക്കാം. എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ആ ഒരു കാരണം കൊണ്ടും ഒന്ന്. രണ്ടാമത് എയർ പൊല്യൂഷന് അവിടെ ഇല്ലെന്നാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. ദ ക്ലീനസ്റ്റ് പിന്നെ സിറ്റിന്നോ ഡിസ്ട്രിക്റ്റെന്നോ വേണമെങ്കിൽ വരെ പറയാം. കാരണം പാർട്ടിക്കിൾ 2.5 പാർട്ടിക്കിൾ 10 വളരെ വളരെ കുറവാണ്. 30-നും ഏതാണ്ട് 26-28 ആ റേഞ്ചിൽ നിന്നാലും പാർട്ടിക്കിൾ 2.5 എന്ന് പറയുന്നത് 10-12 കൂടിയിട്ടില്ല. അതേസമയം തിരുവനന്തപുരം ഒക്കെ ആണെങ്കിൽ വളരെ വഷളായിരിക്കല്ലേ. അപ്പോൾ അങ്ങനെ എയർ പൊല്യൂഷന് പ്രശ്നമില്ലാത്ത ഒരു സ്ഥലമാണ് പത്തനംതിട്ട. പിന്നെ എന്തുകൊണ്ട് പഠനവിധേയമാക്കി പറ്റും. നമ്മുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ, നമ്മുടെ ഐഡിയ നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് താല്പര്യമുള്ള കോളേജുകൾ, എൻവയോൺമെൻറ്റൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അവരെടുത്ത് പ്രോഗ്രാം ചെയ്യണം. പണ്ട് അഞ്ചലിലെ സെൻറ്റ് ജോൺസ് കോളേജുകാർ, അഞ്ചൽ എവിടെ കിടക്കുന്നു, കുട്ടനാട് എവിടെ കിടക്കുന്നു, കുട്ടനാടിലെ ജലാശയത്തിലുള്ള പ്രശ്നങ്ങൾ പഠനം നോക്കിയപ്പോഴത്തേക്ക് 6 ഹെവി മെറ്റൽസ് ആണ് ആ വെള്ളത്തിലുണ്ടെന്ന് മനസ്സിലാക്കിയത്.
അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ കൊച്ചിയിലെ ഒരു സ്ഥലത്ത്, അത് 2-3 സ്ഥലത്ത്, അതായത് കൊച്ചിയുടെ ഭാഗത്തുള്ള കായലിലും നമ്മൾ പഠനവിധേയമാക്കിയപ്പോഴത്തേക്ക് വലിയ വലിയ അപകടകാരെ യുറേനിയം വരെ അവിടെ കണ്ടു. അപ്പോൾ ഈ വെള്ളത്തിൽ വളരുന്ന മത്സ്യങ്ങളും അല്ലെങ്കിൽ കൊഞ്ച്, ഞണ്ട്, കടുക്ക, ഇതൊക്കെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ തന്നെ കിടക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ആരാകും? നമ്മൾ ആളാ ഇന്നവരാണെന്ന് പറഞ്ഞ് ഉദ്യോഗമുണ്ട്, ശമ്പളമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം എന്താ? അവരുടെ ബ്ലഡിൽ യുറേനിയം കയറിയെങ്കിൽ അവർ കുടുങ്ങി തന്നെ. ആ കുടുംബം മാത്രം നാശത്തിലേക്ക് എത്തുന്നത് മാത്രമല്ല, അവിടുത്തെ വെള്ളം കുടിക്കുന്ന ആരുടെ കുടുംബവും അടുത്തതിലേക്ക് എത്തും. അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പോകുന്നതായിരിക്കും നമുക്ക് അവസാനം 2-3 ക്ലാസ്സിൻ്റെ ടൈമിൽ ഇടയ്ക്ക് ഏത് ചെടി ഇങ്ങനെ വളർത്തുന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ നാച്ചുറൽ ടോക്സിൻ എന്ന് പറയുന്നത് ഈ വേറൊരു തമാശയാണ്. ഈ ഫുഡ് പ്ലാന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഏതാണ്ട് 98% ഓക്സിജൻ തരുന്നതും പിന്നെ വൃക്ഷലതാദികളാണ്. 92-94% വരെ ഫുഡ് തരുന്നത് ഈ വൃക്ഷലതാദികളിലാണ്. അതിൽ ചില നാച്ചുറലായിട്ടുള്ള ചില കെമിക്കൽസ് ഉണ്ട്. അത് ഒരു കണക്കിന് ചെയ്യുന്നത് ആ പ്ലാന്റിനെ മറ്റു രീതിയിൽ മറ്റുള്ള മൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കീടങ്ങളിൽ നിന്നോ രക്ഷ നേടാൻ വേണ്ടി സെക്കൻഡറി മെറ്റബോളിസം ആയിരിക്കും. ആ സെക്കൻഡറി മെറ്റബോളിസം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് ആ വൃക്ഷലതാദികൾ മറ്റുള്ള സാഹചര്യങ്ങളിൽ നിന്ന്, ഇൻക്ലൂഡിങ് ദ ത്രെട്ട് ഓഫ് പെസ്റ്റിൻ്റെ ആക്രമണത്തിൽ നിന്നും മറ്റുള്ള സാഹചര്യ ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതുകൊണ്ടാണ്. പക്ഷെ ഇത് വിഷമായിട്ട് മാറുകയും ചെയ്യും. അപ്പം അങ്ങനെ മനുഷ്യനിൽ വിഷം ആവും ഉറപ്പാണ്. ഉദാഹരണമായിട്ട് പത്തനംതിട്ടയിൽ ഞാനത് പരിശോധിച്ചപ്പോൾ മനസ്സിലായി, ഏറ്റവും കൂടുതൽ സ്റ്റേപ്പിൾ ഫുഡ്, അവർ പ്രധാന ആഹാരം മരച്ചീനിയാണ്, ടപ്പിയോക്ക. ഈ ടപ്പിയോക്കയിൽ എന്തായിരിക്കും നമുക്ക് പലർക്കും അറിയാമല്ലോ, ഒരു വിഷം ഉണ്ടെന്നുള്ളത്. ഹൈഡ്രജൻ സയനൈഡിലാണ് പ്രധാനപ്പെട്ട ഒരെണ്ണം. വേറെ ഒരുപാടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹൈഡ്രജൻ സയനൈഡ് കൂടുതലായിട്ടും ബോഡി കടന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പല രോഗങ്ങളുണ്ടാകും, പല മൾട്ടി ഓർഗൻ ഫെയിലിയർ അവിടെ ഉണ്ടാകും. അങ്ങനെ മൾട്ടി ഓർഗൻ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഫങ്ഷൻ താറുമാറാവും. ഈ താറുമാറായിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിലാണ് നേരത്തെ നമ്മൾ കണ്ട കൊറോണ വൈറസ് പോലുള്ള വൈറസും ബാക്ടീരിയയും ഫംഗസും മൈക്രോപ്ലാസ്മയും ഫൈറ്റോപ്ലാസ്മയും ഒക്കെ ഉണ്ടാകുന്നത്. അതിന് ബോഡിക്ക് തന്നെ സ്വമേധയാ തുരത്താനുള്ള കഴിവില്ലാതായി പോകും. കാരണം മൾട്ടി ഓർഗൻ ഫെയിലിയർ ആണ്. അവിടെ കിഡ്നി നേരെ പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തിച്ച് അവസാനം അത് അവസാന നിലയിലായി എന്ന് വേണം കണക്കാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഫങ്ഷന് നശിച്ചു പോകുന്നത്. അപ്പോൾ പിന്നെ സർക്കുലേഷനിലേക്ക് ഈ ഹെവി മെറ്റൽസ് തുടങ്ങിയ വേസ്റ്റ് മെറ്റീരിയൽസ് മുഴുക്ക വീണ്ടും റിട്ടേൺ ആകും. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലേക്ക് വരുന്നത്. റീപ്ലേസ് ചെയ്യണം. ഇപ്പോൾ ഓർഗൻ റീപ്ലേസ്മെൻറ്റ്, ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറയുന്നതൊക്കെ അർത്ഥത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പിന്നെ ഇതൊന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ശരി, ആ ശരീരത്തിൽ കുറച്ച് സപ്പോർട്ട് മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? പുതിയൊരു ഓർഗൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കേടാവില്ല. അപ്പോൾ ഇതിൻ്റെ എൻട്രിയാണ് കുറയ്ക്കേണ്ടത്. ഇപ്പോൾ എങ്ങനെയാണ് ഒരാളുടെ ബ്ലഡിലേക്ക് ബ്ലഡ് കൂടുതൽ വരുന്നത്? അത് പരിഹാരം കണ്ടെത്താതെ അയാളുടെ പിന്നെ കൂടുതൽ അപകടം പിടിച്ച ഇപ്പോൾ ബോണിലേക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ശേഖരിച്ച് സ്റ്റോക്ക് ചെയ്യുന്നത്. സിങ്ക് ഓഫ് ബ്ലഡ്, അവിടെയാണ് അതിൻ്റെ ശേഖരണം കൂടുതൽ. അത് സാച്ചുറേഷൻ കഴിയുമ്പോഴും മറ്റുള്ള അവയവത്തേക്ക് പോകുന്നു. പക്ഷേ വേഗം തന്നെ ബ്രെയിനിലും വൈറ്റൽ ഓർഗൻസ് ആയ ലിവറിലും പിന്നെ ഹാർട്ടിൻ്റെ മസിൽസിലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ വാൽവിലൊക്കെ തകരാറുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ അത് ഉണ്ടാകും. അത് റിവേഴ്സ് ആയിട്ട് കയറി വരുന്നതാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, അതായത് ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫെയിലുകളാണ് തുടക്കത്തിൽ. പിന്നീട് അത് സ്റ്റോറേജ് റിവേഴ്സ് ആയിട്ട് സ്റ്റോറേജ് ചെയ്യും. പിന്നെ ഒന്നും പറ്റുന്നില്ല, ആ സാഹചര്യം വരും. അപ്പോൾ പ്ലാന്റ്സിൽ തന്നെയുള്ള ചില കെമിക്കൽസ് അതിൻ്റെ സംരക്ഷണത്തിനുള്ളതാണ്. പക്ഷേ അത് നമ്മളത് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിയിൽ പരാജയം വരും, കുഴപ്പങ്ങളുണ്ടാകും. അത് പിന്നെ ഈ ചെടികളുടെ ഏത് ഭാഗത്തു നിന്ന് സംഭവിക്കാം. അതിൻ്റെ ഇലയിൽ നിന്ന് വരാം, തണ്ടിൽ നിന്ന് വരാം, തൊലിയിൽ നിന്ന് വരാം, പിന്നെ അതിൻ്റെ പൂവ് അല്ലെങ്കിൽ ഞെട്ട്, റൂട്ട്, ഏത് ഭാഗത്തുനിന്നും ഈ ടോക്സിക് മെറ്റീരിയൽ ശേഖരിക്കും. അത് നാച്ചുറൽ ടോക്സിൻ എന്ന് പറയുമെങ്കിലും പക്ഷെ ഇത് വേറെ വല്ലാത്തൊരു മീനിങ്ങിലേക്ക് പോവുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചില ഉൽപ്പന്നം, ഗ്രീൻ ബീൻസ്, റെഡ് കിഡ്നി ബീൻസ്,
അത് പല പല ധാന്യങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്ന് കിട്ടാറുണ്ടല്ലോ. അതൊക്കെ തന്നെ വൈറ്റ് കിഡ്നി ബീൻസ്, സൈനോജനിക് ഗ്ലൈക്കോസൈഡ്സ് തന്നെ മൊത്തത്തിൽ പറയാൻ പറ്റുക. പിന്നെ അത് കൂടുതലുള്ളത് ആപ്രിക്കോട്ട്, ബാംബു ഷൂട്ടിൽ. ഇപ്പോൾ ആദിവാസികൾ ഉൾപ്പെടെ ഇതിൻ്റെ ഈ പിന്നെ ബാംബു ഷൂട്ട് വലിയൊരു ആഹാരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ആഹാരം സ്വാഭാവികമായിട്ടും അവരുടെ ഭക്ഷണത്തിൽ അവരുടെ വിശപ്പടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സത്യം തന്നെ, നമ്മൾ അത് അംഗീകരിക്കുന്നു. പക്ഷേ അത് വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനകത്ത് സൈനൈഡ് എടുക്കും ബാംബു ഷൂട്ടിൽ. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു പ്രത്യേക തരം രോഗങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലാന്റ്സിലുണ്ടായ ടോക്സിക് കെമിക്കൽസ് മെറ്റീരിയൽസ് അവരുടെ ശരീരത്തിൽ കടന്നുകൊണ്ടാണ്. അവർ കസവ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ടപ്പിയോക്ക കസവ. പിന്നെ നല്ല ആരോഗ്യമായിട്ട് വളർത്തുന്നതും ആണെന്ന് കണക്കാക്കുന്ന ചില ഫ്ലാക്സ് സീഡ്സ്, പിന്നെ പൊട്ടറ്റോസ് തന്നെ. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പൊട്ടറ്റോ കിളിച്ചു കഴിഞ്ഞാൽ വലിയ അപകടം പിടിച്ച ടോക്സിക് മെറ്റീരിയൽ ആയിട്ട് മാറും. ഇപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിൽ പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നേരത്തെയുള്ള ഹെവി സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അത് ഇത്തിരി പിന്നെ കിളിച്ചു, അത് അടത്തി കളഞ്ഞിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. വലിയ വലിയ അപകടങ്ങളാണ് അത്. ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. പ്രായമുള്ളവർ പറഞ്ഞാലും ചിലപ്പോൾ അവർ പറയും, അത് സാരമില്ല, ഒരു പ്രാവശ്യമല്ലേ തിന്നുള്ളൂ, അത് ആ മോടൊന്ന് പിന്നെ എടുത്ത് കളഞ്ഞിട്ട് ഇട്ടേര്, ആ കിളിച്ച ഭാഗം പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇട്ടേര്. അങ്ങനെ ചെയ്യരുത്, ദയവ് ചെയ്തിട്ട് അത് ശ്രദ്ധിക്കണം. അതുപോലെ മഷ്റൂം ഒക്കെ നല്ല നല്ല സാധനങ്ങളാന്ന് പറയുന്നത്. വൈൽഡ് മഷ്റൂം കാട്ടിലൊക്കെ ചിലപ്പോൾ വളരും. നമ്മൾ വളർത്തുന്നതിൽ സൂക്ഷിക്കണം. എന്നിരുന്നാലും കാട്ടിലൊക്കെ ചെന്നിട്ട് ആളുകൾ ഈ മഷ്റൂം കാണുമ്പോൾ സന്തോഷപ്പെടുകയും പുതുമഴയിലൊക്കെ ഉണ്ടാവും. അതും വലിയ അപകടമാണ്. പിന്നെ വീണ്ടും പറയുന്ന നമ്മുടെ കസവ, മരിച്ചീനി തന്നെ, അത് ശരിക്കും നമ്മുടെ കേരളീയരുടെ ഒരു പ്രത്യേക ഭക്ഷണം തന്നെയാണ്. നല്ല രീതിയിലാണ് അത് നല്ല ഒരു ഹെൽത്ത് ഫുഡായിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട്. അതും മത്സ്യവും കൂടി ആയിക്കഴിഞ്ഞാൽ, പ്രോട്ടീനും കൂടി ആയിക്കഴിയുമ്പോൾ, ഇത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും, അതിനകത്ത് വൈറ്റമിൻസ് വരെ ഉണ്ട്. വൈറ്റമിൻ സി തന്നെ ഉണ്ടെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ആ കെമിക്കൽ അതിനെ കൺവേർട്ട് ചെയ്ത് സൈനൈഡായിട്ട് മാറ്റും. നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ആ മെറ്റീരിയൽസിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹൈഡ്രജൻ സൈനൈഡ്. അത് ശരീരത്തിൽ വെച്ചിട്ട് സൈനൈഡായിട്ട് മാറും. ദിസ് മേ കോസ് സൈനൈഡ് പോയിസണിങ് ആൻഡ് ലീഡ്സ് ടു സർട്ടൻ പാരാലിസിസ് കണ്ടീഷൻ. അപ്പോൾ ഈ ശരീരം തളർന്നു പോയി കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ പഠിക്കാനുണ്ടാവും. ഏത് മേഖലയിൽ ഏത് സ്ഥലത്തു നിന്നാണ് അവർ വരുന്നത്, അവരുടെ പ്രധാന ആഹാരം എന്താണ്, എങ്ങനെയാണ് അത് ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ ആഫ്രിക്കയിലെ ആൾക്കാരുടെ ഭക്ഷണ രീതിയെ പറ്റി നെറ്റിൽ അന്വേഷിച്ചപ്പോൾ അവർ ഈ ടപ്പിയൊക്കെ തന്നെ എത്രയോ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നു, ചെറിയ മൈന്യൂട്ട് പീസാക്കിയിട്ട് പിന്നെ ഒരു 5-6 പ്രാവശ്യം തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും 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 റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ രീതിയിൽ ഞാൻ തിരുവിതാംകൂറുകാരനാണ്. എൻ്റെ വീട്ടിൽ ഈ കപ്പ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെയൊക്കെ ഞങ്ങൾ കോളേജിൽ സ്കൂളിലൊക്കെ പോയിക്കുമ്പോൾ അതിനു മുമ്പേ പെട്ടെന്ന് തന്നെ ഇത് പറിച്ചിട്ട് ഈ കഷ്ണമായിട്ട് കൂടിയെന്ന ഒരു 3 ഇഞ്ച് നീളത്തിൽ, ഏറ്റവും വലുത് 3 ഇഞ്ച്, 2 ഇഞ്ച്, 2 ഇഞ്ചാണ് ചെയ്തത്, 2 ഇഞ്ച് അല്ലെങ്കിൽ ആ ഒരു റൗണ്ടായിട്ട് 2 ഇഞ്ച് റൗണ്ടും 2 ഇഞ്ച് ലെങ്തും ഇട്ടുള്ള പീസായിട്ടാണ് പിന്നെ ഇട്ടിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നത്. എൻ്റെ അമ്മ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്, 3 പ്രാവശ്യമെങ്കിലും ഉണ്ട്. ചിലപ്പോൾ ടൈം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇത് കുഴപ്പമില്ലടാ, ഇത് നല്ലതാണ്, പിന്നെ അവരുടെ ഭാഷയിൽ കട്ടില്ലാത്തതാണ്, ഇത് നമ്മൾ നേരത്തെ തിന്ന് നോക്കിയല്ലേ, അതുകൊണ്ട് ഒരു റൗണ്ടായാലും കുഴപ്പമില്ല. അങ്ങനെ വരെയാണ് തയ്യാറാക്കുന്നത്. മറ്റുള്ള ആളുകൾ ഈ കാലത്ത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്, പിന്നെ ഫ്യൂവലിൻ്റെ ബുദ്ധിമുട്ട്, ഈ ഒരു സാഹചര്യത്തിൽ ടൈമില്ലായ്മ, അതുകൊണ്ട് ആ പീസായിട്ടുള്ളതിന് അതുപോലെ കഴിക്കും. അത് ഭയങ്കര ടോക്സിക് മെറ്റീരിയൽസ് ഈ സൈനൈഡ് തന്നെ അകത്തുണ്ട്, ഹൈഡ്രോ സൈനൈഡ് ഉണ്ടെന്നുള്ളൊരു ഉറപ്പാണ്. ചിലർ പറയില്ലേ അത് കഴിക്കുകയാണ് എനിക്കത് പറ്റില്ല എന്ന് പറയുന്നത്. ചില കഴിച്ച ഉടനെ തന്നെ ശബ്ദത്തിലും തലകറക്കും, പിന്നെ പിന്നെ തളർച്ച, ദിവസങ്ങളോളം ആഴ്ചകളോളം നീണ്ടിരിക്കുന്ന ആ തളർച്ച, അവസാനം ക്രമേണ കയ്യോ കാലോ ചലിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുന്നത് ഇതിൻ്റെ വിഷാംശമാണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം. ചെറുതായിട്ട് പീസായിട്ട് അരിഞ്ഞ് വെള്ളത്തിൽ തിളപ്പിക്കുക, 3-4 പ്രാവശ്യം തിളപ്പിച്ച ശേഷം വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റേപ്പിൾ ഡയറ്റ് അവരുടെ ഒരു പ്രധാന ആഹാരമാണ്. അത് കഴിഞ്ഞാലാണ് അരി, ആദ്യത്തെ കപ്പയാണ്.
പല സ്ഥലത്തും പല സമയങ്ങളിലും ഒരേപോലെ കൃഷി ചെയ്യുന്ന ഒരു സാധനമാണിത് കപ്പ. പിന്നെ ചിലർക്ക് അലർജി റിയാക്ഷൻ എന്ന് മൊത്തം പറയാം. ഈ രണ്ടാമത്തെ ആഹാരം എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ അരിയാണല്ലോ. അരി ഇത്തിരി പ്രശ്നങ്ങളുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചു. പിന്നെ ഈ ഇതിൻ്റെ കിഴങ്ങ് റൂട്ടും ലീവ്സും വരെ അയക്കുന്നത്, അത് നമ്മുടെ നാട്ടിൽ അത്ര അതിൻ്റെ ഇല ഉപയോഗിക്കുന്ന അറിയില്ല. പക്ഷെ ചില സ്ഥലത്തൊക്കെ അത് ഉപ്പേരിയാക്കിയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് ന്യൂട്രീഷൻ വാല്യൂ എന്ന് പറയുന്നത് പൊട്ടറ്റോ പോലെയാണ്. പൊട്ടറ്റോയ്ക്ക് നല്ല വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ടെന്നുള്ള പഠനം നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കസുവായാലും പിന്നെ ഉണ്ട്. പിന്നെ ഇതിൽ വിഷാംശത്തെ മൊത്തത്തിൽ സൈനോജനിക് ഗ്ലൈക്കോസൈഡ്സ് എന്ന് തന്നെ പറയാം. അതിനകത്ത് തന്നെ പല ഉപവിഭാഗങ്ങളുണ്ട്. അത് വിശദമായിട്ട് ഈ ബയോകെമിസ്ട്രി പഠിച്ചവരും അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫീൽഡ് സ്പെഷ്യലൈസേഷൻ പഠിച്ചവർക്കൊക്കെ നന്നായിട്ട് അറിയാതെ അപകടമുള്ളതാണ്. കസവ മസ്റ്റ് ബി പ്രിപ്പയർഡ്, വളരെ ശ്രദ്ധാപൂർവം വേണം. അത് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ സയനൈഡ് പോയിസണിങ് ഉണ്ടാകും. അപ്പോൾ പ്രിപ്പറേഷൻ വളരെ ശ്രദ്ധിക്കണം. തിരക്ക് പിടിച്ചൊന്നും അത് ഉപയോഗിക്കരുത്. പിന്നെ സാധാരണഗതിയിൽ ഇതിൻ്റെ ഈ മരച്ചീനി തപ്പിയൊക്ക ക്ഷീണവും തളച്ചുള്ള ആൾക്കാരിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. വയറിളക്കം ഉള്ളവർക്ക് വരെ ഇത് കൊടുക്കുന്നുണ്ട്. ചില ഇൻഫെക്ഷൻ വന്നവർക്ക് ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രസവം എളുപ്പമാക്കാൻ വേണ്ടി ഇത് നാട്ടിലെ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ട്രഡീഷണൽ യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാര്യത്തിന് പ്രസവം പിന്നെ സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് അറിയുന്നത്. പിന്നെ ഈ ഹെവി മെറ്റൽ കണ്ടാമിനേഷൻ വെള്ളത്തിലും മണ്ണിലും ആണെന്നുള്ള കാര്യം പണ്ട് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അവിടെ ശരിക്കും ഇത് സീരിയസ് പ്രോബ്ലം ആണെന്നുള്ള മനസ്സിലാക്കിയിട്ടുണ്ടാണ്. അങ്ങനെയാണ് അവർ പഠനത്തിന് വന്നത്. അപ്പോൾ ഇറ്റ് അക്യുമുലേറ്റ്സ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ദി ഫുഡ് ചെയിൻ. അപ്പോൾ ആഹാരത്തിൽ ഉൾപ്പെടുന്ന ഉൽപ്പന്നം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാ ഏരിയയിലും അതിന് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ അവസാനം അത് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് സിങ്കും അയണും ലെഡ്, ക്രോമിയം, കോപ്പർ അത് അവർ പഠന വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു വലിയൊരു ടോക്സിക് സിറ്റുവേഷനിലേക്ക് എത്താൻ വേണ്ടിയുള്ള അളവ് അതിനകത്തില്ലെന്ന് അവർ ഒരു പഠനത്തിൽ വ്യക്തമാക്കി. പക്ഷേ അത് പഠനം നടത്തിയത് ചിലപ്പോൾ സീസണൽ ആയിട്ടുള്ള സാഹചര്യം. ഇപ്പോൾ വേനൽക്കാലത്ത് സ്വമേധയ അല്ലേ പരിശോധന നടത്താൻ പറ്റും മണ്ണെടുക്കാനൊക്കെ. എല്ലാ സമയത്തൊക്കെ ഇത് വെള്ളം നനവ് അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന സമയത്ത് അത് പറ്റില്ല. ആ സമയത്തൊക്കെ ഇതിനകത്ത് കോൺസെൻട്രേഷൻ കൂടും. ഇപ്പോൾ സിങ്ക് പഠനം നടത്തിയിട്ടുണ്ട്, അയണ്, ലെഡ്, കോപ്പർ, മെഗ്നീഷ്യം, ഇതെല്ലാം വ്യത്യസ്തമായി അവർ പഠനം നടത്തിയിട്ടുണ്ട്. പിന്നീട് അവിടെ കീടനാശിനികൾ ഉപയോഗിച്ച കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. പല പല രാജ്യങ്ങളിലാണിത്, എല്ലാം ഒരിടത്ത് തന്നെയല്ല. അപ്പോൾ ക്വാണ്ടിറ്റി ഒക്കെ കൂടുതൽ ചെടി നടുമ്പം ഉപയോഗിക്കുന്നത് ഇത്ര ക്വാണ്ടിറ്റി, പിന്നീട് അത് കഴിഞ്ഞിട്ട് ഒരു ഹെക്ടറിൽ ഇത്രത്തോളം ഈ കീടനാശിനികളാണ്. ഇതൊക്കെ നമുക്കതിൻ്റെ പേരൊന്നും അറിയില്ല, എന്നാലും അതിനൊക്കെ കീടനാശിനിപ്പെട്ടതാണ്. ഇത് വ്യക്തമായിട്ട് ഇത് ഗവേഷണത്തിന് വേണ്ടി ചെയ്തതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. കീടനാശിനികളും അതിനോടൊപ്പം പിന്നെ അപകടകാരിയായ ഹെവി മെറ്റൽസും കൂടിയാണ് നമ്മൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിലേക്ക് അതിൻ്റെ റെസിഡ്യൂ ടോക്സിസിറ്റി ഉണ്ടാകും. ഇത് വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കണം. അതിപ്പോൾ നമുക്ക് ഒരു വ്യക്തിക്ക് അത് പെട്ടെന്ന് തന്നെ അത് മാത്രമായിട്ട് ഒരു വ്യക്തിക്ക് മാത്രം ഒരു ഉൽപ്പന്നം വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അതിൻ്റെ കളക്റ്റീവായിട്ട് നല്ല നല്ല ലാബുകളിൽ അറ്റമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമെട്രി അങ്ങനെയുള്ള സംവിധാനമുള്ള സ്ഥലങ്ങളിൽ കൊടുത്തിട്ട് പരിശോധിക്കണം. ഈയിടെ ഒരു ന്യൂസ് കണ്ടതാണ്. അപ്പോൾ കുളവാഴിയെ എങ്ങനെ പ്രയോജനകരമാക്കാം. ഇപ്പോൾ ഒരു
ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. 10 മിനിറ്റ് 5 മിനിറ്റ് ഞാൻ വരാം. അപ്പോൾ അതിനിടയ്ക്ക് അടുത്ത ചോദ്യങ്ങൾ ചോദിക്കേണ്ടതൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടോളൂ. എല്ലാവരും ക്ഷമിക്കണം, ഞാനൊരു ശകലം നേരം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, സോറി, കഴിച്ചിട്ടാണ്. താങ്ക്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെടികളെ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ പൊല്യൂഷനായിട്ടുള്ള, അതായത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളം ശുദ്ധി ചെയ്യുക എന്നുള്ള ഒരു മോഡലാണ് ഇവിടെ. ഇതിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്ന ചെടികൾ ഈ ലുഡിവീജിയ പെർവിയാന എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് കാണാൻ സാധ്യതയില്ല. വയനാട്ടുകാർക്ക് ഇത് ഒരു പക്ഷേ വയനാട്ടുകാരുണ്ടെങ്കിൽ ഇതറിയും. കാട് പിടിച്ച് അവർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത്രയ്ക്ക് നന്നായി രീതിയിൽ അവിടെ വളർന്നു നിൽക്കും. തുടക്കത്തിൽ ഒരു കാറ്റത്ത് ഇങ്ങനെ ഓടിപ്പോകുന്ന രീതിയിൽ ഉള്ള ചെടിയായിരിക്കും, വളരെ ശക്തി കുറഞ്ഞ് ബലമില്ലാത്തത്. പക്ഷെ ഒരു 3 മാസം മുതൽ ഒരു 8-9 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ സ്ട്രെങ്ത് ഉണ്ടാകും. അല്ല, അതിൻ്റെ ഒരു സ്റ്റെമ്മിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഓടിക്കാനൊന്നും പറ്റില്ല. അതുപോലെ ചെറിയൊരു പിച്ചാത്തി കൊണ്ടൊന്നും മുറിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഹാർഡാവും. അത് നമ്മൾ CWDRDM, കോഴിക്കോടുള്ള സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ്, അവിടെ ഇതിൻ്റെ ഒരു പഠനം നടത്തി. MPhil വിദ്യാർത്ഥിയാണ് ആ പ്രോജക്റ്റ് ഏറ്റെടുത്തത്. ഈ ചെടി മറ്റുള്ള എല്ലാ ചെടികളെക്കാളും ഏറ്റവും കൂടുതലായിട്ട് ഹെവി മെറ്റൽസ് വലിച്ചെടുക്കാൻ സാധിച്ചു എന്ന് പഠന റിപ്പോർട്ട് അവരുടെ ഉണ്ടായിരുന്നു. ഈ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് കർഷകർക്ക് വേണ്ടി ഇത് എൻ്റെ കൃഷികളിലൊക്കെയാണ് ആദ്യം പരിശോധിച്ചത്, എൻ്റെ പരിസരത്തുള്ള വെള്ളത്തിൽ. അപ്പോൾ ഈ CWDRDM തന്നെ ഈ കനോലി കനാൽ, കോഴിക്കോട് ഒരു കനോലി കനാലുണ്ട്, കേരളത്തിൽ പരിസരത്തും ഉണ്ട്, അതേ പേരിലുണ്ട്. കനോലി സാഹിബ് ഉണ്ടാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് അറിയപ്പെടുന്നത്. അപ്പോൾ ഡോക്ടർ PS ഹരികുമാറാണ് പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ വാട്ടർ ക്വാളിറ്റിയെ പറ്റി പഠനം നടത്തി. ഒരു 7 തരം ഹെവി മെറ്റൽസ് അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അനുവാദമായിരുന്നു വാങ്ങിച്ചു. മറ്റേ കളക്ട്രേറ്റും അങ്ങനെയുള്ള കോഴിക്കോട് കോർപ്പറേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇതിന് ഒരു പ്രോഗ്രാം ചെയ്തു. അത് വാരാഞ്ചിറയിൽ ഞാൻ നേരത്തെ ചെയ്തിരുന്നു, അത് നമുക്കിതിൽ കാണാം. അപ്പോൾ ഇതിൽ ഈ ഒരു പ്രത്യേക രീതിയിൽ ഒരു പിന്നെ ചെറിയ ചങ്ങാടെന്ന് പറയാം, ആ ചങ്ങാടൻ സൈഡിൽ നേരത്തെ ഒരു വെള്ളത്തിലിട്ട് വളർത്തിയ ഈ ചെടികളെ വേര് വന്നിട്ടുണ്ട്. ഒരു 12-16 ഇഞ്ച് നീളത്തിലുള്ള വേര് വന്നിട്ടുണ്ട്. ഈ വേര് വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടന്നാൽ സ്വാഭാവികമായിട്ടും അത് ക്യാപ്ചർ ചെയ്യും, അവിടെയുള്ള ഹെവി മെറ്റൽസ് ക്യാപ്ചർ ചെയ്യും. 1 മാസമായി കഴിയുമ്പോൾ നമ്മളിത് മാറ്റിയിട്ട് വേറൊന്ന് അവിടെ സ്ഥാപിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഒരു 3-4 റൗണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജലാശയത്തിലുള്ള ഹെവി മെറ്റൽസ് കംപ്ലീറ്റ് മാറും. പിന്നെ അടുത്ത് മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴി വരുന്നോണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വെള്ളം ശുദ്ധമാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഹെവി മെറ്റൽസ് കീടനാശിനിയൊന്നും പിടിച്ചെടുക്കില്ല. അത് ഇതിനെപ്പറ്റി ഒരു പഠനം ഈ മരുന്ന് ഈ ചെടിയെ ഉപയോഗിച്ചിട്ട് നമ്മൾ നോക്കിയിട്ടില്ല. നമുക്ക് പരിശോധിക്കാമെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും. പക്ഷേ ഇത് ഹെവി മെറ്റൽസ് മാത്രമാണ് നമ്മൾ പഠന വിധേയമാക്കിയത്. നല്ല അളവിൽ, പ്രത്യേകിച്ച് ഒരു 80% ഒക്കെ ഒരു 55 ദിവസം മുതൽ 60 ദിവസം വരെ അത് ചെടിയെ വെള്ളത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെയുള്ള വെള്ളം ശുദ്ധമാകും. തുടക്കത്തിൽ ഒരു 10 ദിവസം 12 ദിവസം ആയപ്പോഴത്തേക്ക് ഒരു 60% അത് അബ്സോർവ് ചെയ്തിരും. വീണ്ടും വേറൊരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളം അവിടെ വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു മാസം കൂടി. അപ്പോൾ ചുരുക്കത്തിൽ ഒരു 1.25 മാസം കൊണ്ട് തന്നെ നമുക്ക് ആ ഏരിയയിലുള്ളത്. ഇതിന് ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കുളങ്ങളിൽ മീൻ വളർത്തുന്ന ഏരിയയിലാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചങ്ങാടത്തിൽ ഇതിൻ്റെ 4 വശത്തും ഇങ്ങനെ ഈ വേര് വളർത്തിയ ചെടിയെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഓടി നടന്ന് അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് ആ ഭാഗത്തുള്ള ഹെവി മെറ്റൽസ് എല്ലാം ഇത് അബ്സോർവ് ചെയ്യും. വീണ്ടും അത് കളക്ട് ചെയ്തിട്ട് അത് ഡിസ്പോസ് ചെയ്യുന്ന അവിടെ സൂക്ഷിച്ച് വേണം. അടുത്ത പറമ്പിലോ അടുത്ത കനാലിലോ എടുത്തെറിയരുത്. അത് ഉണക്കി പൊടിച്ച് പൗഡറാക്കി വെച്ചിട്ട് അത് ഒരു ഡ്രമ്മിൽ സൂക്ഷിക്കുക, എന്നിട്ട് കടലിൽ കൊണ്ട് കളയുക. അപ്പോൾ ഈ രീതിയിലാണ് അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. അങ്ങനെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹെവി മെറ്റൽ ടോക്സിസിറ്റി ഇല്ലാത്ത ഒരു മത്സ്യം അല്ലെങ്കിൽ കൊഞ്ച്, ഞണ്ട്, കടുക്ക
അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ കിട്ടും. പിന്നെ അത് എടുത്ത് പറയേണ്ടത് ആ കുളവാഴിയുടെ കഥയാണ്. നമ്മളതിൻ്റെ ചില സാങ്കേതിക വിദ്യയൊക്കെ മറന്നുപോകും. ഓക്കെ, സോറി. അപ്പോൾ നമ്മളെ ആ ലുഡിവിജ പെരുവിയനയ്ക്ക് വയനാട്ടുകാർ പറയുന്നത് കാട്ടാക്കര തോട്ടക്കര എന്നുള്ള പേരിലാണ്. നല്ല ഐശ്വര്യമുള്ള ഒരു സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ഇലയാണ്, കോണിക്കലായിട്ട്. പിന്നെ അതിന് നല്ല നല്ല ഭംഗിയുള്ള മഞ്ഞ പൂവാണ് ഉള്ളത്. വളരെ അട്രാക്റ്റീവാണ് ആ കളറ്. അപ്പോൾ അത് വളരെ പിന്നെ എന്തിനു വേണ്ടിയാണ് അവർ വളർത്തിയെന്ന് അറിയില്ല. പക്ഷേ അത് രാജ്യം മുഴുക്കെ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെയൊക്കെ വിത്ത് എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് നമുക്ക് ഏതാണ്ട് ഒരു 5 മൈക്രോമിൻ്റെ ലെവലിൽ അത്ര ആണെന്നൊന്നും തോന്നിപ്പോകും. അത്രയ്ക്ക് ചെറുതാണ്. പിന്നെ ഇത് നമ്മൾ ഉപയോഗിച്ചത് മാനാഞ്ചിറ എന്ന് പറയുന്ന പേര് കേട്ട ഒരു ജലസ്രോതസ്സാണ്. അവിടെ നമ്മൾ ഇതുപോലെ ചെടികളെ വളർത്താൻ വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്തു, കോർപ്പറേഷൻ അനുവാദത്തോടുകൂടി. ഓക്കെ, സോറി ഫോർ ദ ടെക്നിക്കൽ ഇറർ. അപ്പോൾ ഇത് മാനാഞ്ചിറയിലുള്ള കാര്യമാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മാനാഞ്ചിറയെ പറ്റി എല്ലാവർക്കും കഥയൊക്കെ അറിയാം. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ഈ ലുഡിവിയ ചെടി തന്നെയാണ് വീണ്ടും ഉപയോഗിച്ചത്. അതിനോടൊപ്പം തന്നെ അതിൽ വേറെ ചില ചെടികൾ കൂടി ചേർത്തു. ഉദാഹരണമായിട്ട് സൂര്യകാന്തി ചെടി ചേർത്തു, മുള്ളൻ ചീര, കടുക് ചെടി, ബ്രഹ്മിച്ചെടി, ചുരുളി അഥവാ ഫേൺ. അപ്പോൾ ഇത് ഘടിപ്പിച്ചിട്ട് ഒരു 50ഓളം കുട്ടകളാണ്, ചില ചെറിയ ബാസ്ക്കറ്റ്, അത് പ്രത്യേക രീതിയിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട്. അങ്ങനെ നമ്മളൊരു പ്രോഗ്രാം ആദ്യം അവർക്ക് സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടി. അപ്പോൾ ഇതിൽ ഗവേഷണം നടത്തിയ ആൾക്കാരിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ CWD-RDMലെ MPhil വിദ്യാർത്ഥികളുടെ ഹെൽപ്പോടു കൂടിയാണ് ആ പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ 2008 ആ പഠനം നടത്തിയത്. നാഗർകോവിൽ സെൻറ്റ് ഹിന്ദു കോളേജിലെ PA ഷീന. അതുകൂടാതെ 2010 കാലിക്കറ്റ് സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസിൽ പേരാമ്പ്ര സ്വദേശി KV അമീർ ഫൈസൽ. ഈ രണ്ടാമത് പറഞ്ഞ ആൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചെടികളിലെ ഈ അബ്സോർഷൻ രീതിയൊക്കെ പറ്റി പഠിച്ച് മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നടത്തിയത്. അതിനകത്ത് മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് പച്ചക്കറികൾ, നമ്മുടെ കർഷകർ പറയുന്നു ഞങ്ങൾ രാസവളമൊന്നും ഉപയോഗിച്ചിട്ടില്ല, കീടനാശിനികളൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഞങ്ങൾ ശുദ്ധമായ രീതിയിൽ വളർത്തിയ ഉൽപ്പന്നങ്ങളാണ്. അതും കൊടുത്ത് കമ്പയർ ചെയ്തു. അത് പുള്ളിയുടെ പഠനം വളരെ വിചിത്രമായിരുന്നു. അതായത് ഓർഗാനിക് ഗ്രൂപ്പിൽപ്പെട്ടതിനാണ് ചില ഹെവി മെറ്റൽസ് കൂടുതൽ. അത് നമുക്ക് പിന്നീട് നോക്കാം. ഇതാണ് നമ്മൾ അവിടെ ഉപയോഗിച്ച വിദ്യ, ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറയും. ഇപ്പോൾ ഇത് ഈ രീതിയിൽ നല്ല ക്വാളിറ്റി ഉൽപ്പന്നം നമ്മൾ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഈ വെള്ളത്തിൽ ഇങ്ങനെ പലയിടത്ത് ഇങ്ങനെ പോയിട്ട് അവിടെ എല്ലാം ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വേര് ഇവിടെ സൈഡിൽ ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ. ഉദാഹരണമായിട്ട് ഇത് ഇല, ചെടിയുടെ തണ്ട്, ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അടിയിലാണ് ഈ വേരുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അബ്സോർവ് ചെയ്തിരിക്കുന്നത് ലയിച്ച് ചേർന്ന ഹെവി മെറ്റൽസ് മുഴുവൻ ഈ ചെടിയിൽ ഒലിക്കും. അപ്പോൾ അതിൻ്റെ ഒരു 3 ആഴ്ച നമ്മൾ നന്നായിട്ട് ആഴ്ചയിലൂടെ നിരീക്ഷിക്കും. എന്നിട്ട് ഏതെങ്കിലും മോശപ്പെട്ടായിപ്പോയെങ്കിൽ അതായത് കോൺസെൻട്രേഷൻ കൂടിയിട്ട് അത് ചെടിക്ക് ദോഷം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ചേർക്കണം. ഇപ്പോൾ ഓരോന്നിനും ഒരു ചരട് നല്ല പ്ലാസ്റ്റിക് നൂല് കെട്ടിയിട്ടുണ്ട്, ആവശ്യമുള്ളപ്പോൾ നമുക്ക് വലിച്ചെടുക്കാം. ഇത് സിമ്പിൾ വിദ്യയാണിത്. ഇനി ഈ ഗവേഷണം നടത്തിയ കൂട്ടത്തിൽ വേറൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. 2 കുട്ടികളാണ് പിന്നെ MPhil വിദ്യാർത്ഥികളായിട്ട് വന്ന് ആദ്യത്തെ വർക്ക് ചെയ്തത്. അതായത് ഹെവി മെറ്റൽ ടോക്സിസിറ്റി ഏതൊക്കെ ചെടികൾ വലിച്ചെടുക്കും. അതുപോലെ അതേ ഒരു കുട്ടി തന്നെ കാസർഗോഡ് ഉണ്ടായത് എൻഡോസൾഫാൻ്റെ ദുരിതത്തിൽപ്പെട്ട സ്ഥലത്തുള്ള മണ്ണ് അബ്സോർവ് ചെയ്യാൻ വേണ്ടി നോക്കി. അത് ഒരു ആയുർവേദ ചെടി തന്നെയാണ്. അങ്ങനെ പഠനം നടത്തിയത്. ആ കുട്ടിയുടെ പേര് ഷീല തന്നെയാണ്. അതിൻ്റെ PhD പ്രോഗ്രാമിന് അത് കംപ്ലീറ്റ് ചെയ്തത്. ചിറ്റരത എന്നുള്ള ചെടിയാണ് ഏറ്റവും കൂടുതൽ വലിച്ചെടുത്തത്. ഈ ആയുർവേദ വൈദ്യന്മാരുണ്ടെങ്കിൽ തന്നെ ഈ സത്യം ശരിയാണെന്നുള്ള കാര്യം അംഗീകരിച്ച് മനസ്സിലാക്കി ഈ എൻഡോസൾഫാൻ ഇല്ലാത്തൊരു പ്രൊഡ്യൂസർ മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും.
ഇതേപോലെ പ്രോഗ്രാമാണ് നമ്മൾ ഈ കുളങ്ങളിലൊക്കെ ചെയ്യേണ്ടത്. ബയോഫ്ലോക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് പഠനവിധേയമാക്കണം. കാരണം അത് വല്ലാത്ത രീതിയിൽ ഇങ്ങനെ എയർ ബബിൾസ് വന്നുകൊണ്ടിരിക്കുക, വലിയ പ്രഷറോട് കൂടി. അങ്ങനെയാണെങ്കിൽ ഈ ചെടികൾ വളർത്താൻ പ്രഷർ ഒന്ന് കുറച്ചാൽ മതിയെന്ന് തോന്നുന്നു. അത് ആ ടെക്നിക്ക് പഠിച്ച ആൾക്കാർ ഇത് കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ മൈനറായിട്ട് സിമ്പിളായിട്ട് സുരക്ഷിതമായ ഗുണപ്രദമായ ഫൈറ്റോ റെമഡിയേഷൻ വിദ്യ. ഇതിനകത്ത് തന്നെ പലതിലും ഈ ഫേണുണ്ട്. ഫേൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചുരുളി. അതാണ് ആഴ്സനിക് വലിച്ചെടുക്കുന്നത്. വേറെ ഒരു ചെടികൾക്ക് ഇത്ര എഫക്റ്റീവായിട്ട് ആഴ്സനിക് അബ്സോർവ് ചെയ്യാൻ സാധിക്കില്ല ഫേണിന്. പിന്നീട് നമുക്ക് ഒരു കടുക് ചെടിക്കും കുറച്ച് ആഴ്സനിക് വലിച്ചെടുക്കാൻ പറ്റും, പക്ഷേ കമ്പാരിറ്റീവ്ലി വെരി ലിറ്റിൽ. മറ്റേതൊക്കെ ലെഡ്, പിന്നെ കാഡ്മിയം, കോപ്പർ, സിങ്ക്, മഗ്നീഷ്യം, മാംഗനീസ്, ഇതൊക്കെ വലിച്ചെടുക്കാനാണ് മറ്റുള്ള ശരിക്കും പറയുന്നത്. ഈ മറ്റുള്ള 2-3 ചെടികൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മുള്ളം ചീര ഏറ്റവും ബെസ്റ്റാണ് ഈ ആവശ്യത്തിന് ഉപയോഗിക്കാം. ധാരാളമായിട്ട് വേരുണ്ടായി വരും. പിന്നെ കടുക് ചെടിക്ക് അത്ര വെള്ളത്തിൽ നന്നായൊരു വേര്, നമ്മളിപ്പം വേരുള്ളതാണ് വളർത്താൻ ശ്രമിക്കുന്നെങ്കിലും ഉപയോഗിക്കുന്നെങ്കിലും വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് ത്രൈവ് ചെയ്യാൻ അതിന് ബുദ്ധിമുട്ടുണ്ട് കടുകിന്. അതിന് പകരം നമുക്ക് മറ്റൊന്ന് ഉപയോഗിച്ചാൽ മതി. ലുഡിവിജിയ പ്രിവിയർ അല്ലെങ്കിൽ ഈ കാട്ടക്കര, തോട്ടക്കര എന്ന് പറയുന്ന ആ ചെടിയെ കൂടാതെ ഫേൺ നമുക്ക് ഉപയോഗിക്കാം. പിന്നീട് മെർക്കുറി വലിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രഹ്മിയെ പറ്റി ഇത് പറയുന്നത് അപവാദമായിട്ട് കണക്കാക്കരുത്. ഇങ്ങനെ ഒരു ക്വാളിറ്റി ബ്രഹ്മിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇതിനകത്തുള്ള മെർക്കുറി ഉണ്ടെങ്കിൽ തന്നെ അത് ശുദ്ധി ചെയ്തിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ശുദ്ധി ചെയ്ത് ഉപയോഗിക്കണം. ഇനി അഥവാ ബ്രഹ്മി ഉപയോഗിച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഹോമിയോപ്പതിയിൽ അതിനുള്ള മരുന്നുണ്ട്. മെർക്കുറി അബ്സോർപ്ഷൻ നടത്തിയിട്ടുള്ള ഭവിഷ്യത്ത് മാറ്റാൻ വേണ്ടി ആ മരുന്നുണ്ട്. അപ്പാസൾട്ട് എന്നുള്ളൊരു മരുന്ന്, അല്ലെങ്കിൽ മെർക്കുറിയിൽ നിന്ന് തന്നെ എടുക്കുന്ന ഹൈ പൊട്ടൻഷ്യൽ മരുന്ന് കൊടുക്കണം. പിന്നെ ഇത് വളരെ വളരെ പഞ്ച്വലായിട്ട് വളരെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. അല്ലാതെ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങി അത് കഴിക്കുന്നത് നല്ലതാണെന്ന് ചിന്തിക്കും ഒരിക്കലും ചെയ്തു പോകരുത്. അധികമായാൽ അമൃതും വിഷം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നത് പത്തനംതിട്ടയിൽ നമ്മൾ വിശദമായ ഒരു പഠനം നടത്തണം. അതിനകത്ത് ഹോമിയോപ്പതി ഡോക്ടർ ഉണ്ടായിരിക്കണം, ആയുർവേദക്കാരുണ്ടായിരിക്കണം, സയൻറ്റിസ്റ്റ് ഉണ്ടായിരിക്കണം, എൻവയോൺമെൻറ്റലിസ്റ്റ് ഉണ്ടായിരിക്കണം, പിന്നെ ഫൈറ്റോ കെമിസ്ട്രി പഠിച്ച ആ സബ്ജക്റ്റ് എക്സ്പെർട്ട് ഉണ്ടായിരിക്കണം, പിന്നെ സോയിൽ സയൻറ്റിസ്റ്റ് ഉണ്ടായിരിക്കണം, പിന്നെ എയർ അതിന് ചില ഫിസിസ്റ്റ് എയർ ക്വാളിറ്റിയെ പറ്റി പഠനം നടത്തിയിട്ടുണ്ടായിരിക്കണം. പിന്നെ സെസ് സെൻറ്റർ ഫോർ എന്ന് പറയട്ടെ, എനിക്ക് പൂർണ്ണ പേരറിയുന്നില്ല, അവരുണ്ടായിരിക്കണം. തിരുവനന്തപുരത്ത് തന്നെ ആസ്ഥാനം. ഇവരെല്ലാവരും ചേർന്ന ഒരു പഠന സംഘമാണ് ഇതിന് വേണ്ടത്. അല്ലാതെ ശരിക്കും ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഡോക്ടർമാർ പോയിട്ട് പരിശോധന അല്ല അവിടെ വേണ്ടത്. എന്താണ് അവിടെ ബേസിക് ഉണ്ടായത്? വാക്സിന് ഒരിക്കലും പിന്നെ ഉപയോഗിച്ച രീതിയിൽ തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പലയിടത്തും ഉപയോഗിച്ചതാണ്. ഇപ്പോൾ അതാണ്ട് ഒരു 8 മാസം 9 മാസമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. നമ്മൾ അതിലേക്കല്ല ഫോക്കസ് ചെയ്തത്. നമ്മൾ നോക്കേണ്ടത് അവിടെ എയർ ക്വാളിറ്റിയെ പറ്റി പത്തനംതിട്ടയെ പറ്റി പറഞ്ഞു, പക്ഷേ ഇത് പത്തനംതിട്ട സിറ്റിയാണെന്ന് ഓർക്കുക. സിറ്റിയിൽ ഇതേപോലുള്ള എയർ ക്വാളിറ്റി അതിലുണ്ടായോ, അതോ പല സ്ഥലത്തും ഉള്ളതിൻ്റെ ആകത്തുകയാണോ ആ എയർ ക്വാളിറ്റി ബെസ്റ്റ് സിറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് അതായത് ക്വാളിറ്റി ഉള്ള സിറ്റി, എയർ ക്വാളിറ്റി ഉള്ള ഇൻഡെക്സ് ഉള്ള ഒരു സിറ്റിയായിട്ട് കണക്കാക്കിയത്. അപ്പോൾ ഇത് ഒരു 5 or 8 കാര്യങ്ങളിലേക്ക് നമ്മൾ മുൻഗണന കൊടുത്ത് മൂവ് ചെയ്യണം. ഓക്കെ, ഇന്നത്തെ ഈ സെഷനിൽ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട ആൾക്കാരുണ്ടായിരിക്കും ഫുൾ ടൈം. അവർ പ്രത്യേക രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക, മറ്റുള്ളവർ കേൾക്കട്ടെ. അപ്പോൾ ഇനി ചോദ്യോത്തര സമയമായിട്ട് നമ്മൾ കണക്കാക്കാം. ഓരോരുത്തർക്കും ചോദിക്കാം. സംശയമുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മളപ്പോൾ തന്നെ അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. സാറ് ഒരു സ്ലൈഡ് കാണിച്ചിരുന്നു നമ്മുടെ കുളവാഴയെ കുറിച്ചുള്ള, സാറ് പറയാൻ വിട്ടുപോയത്. ആ സ്ലൈഡിന്റെ ഒന്നും പറഞ്ഞില്ല. കുളവാഴയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ വളരെ പ്രശ്നമാണ്. അത് ആൾക്കാരത് അറിയേണ്ട ഒരു കാര്യമാണത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിൽ പോയ കുറെ ആൾക്കാർക്ക് ഭയം വരുമെന്ന് വിചാരിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു. കുളവാഴയുടെ അത് സത്യം ജൈവവളം ഒരുപാട് ആൾക്കാർ അത് യൂസ് ചെയ്ത് വളരെ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാർ അതിന്റെ ഒരു ചെറിയൊരു
ഇൻട്രൊഡക്ഷൻ ഒക്കെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇതോടൊപ്പം തന്നെ വേറൊരെണ്ണം ഉണ്ടല്ലോ, അതിനു മുമ്പേ അസോള. അസോള ശരിക്കും പറയുകയാണെങ്കിൽ കാർഷിക ഒരു പിന്നെ പ്രത്യേകിച്ച് ഒരു മൃഗ ചികിത്സയിലല്ല, അതിനെപ്പറ്റി ചില ക്വാളിറ്റി പഠനം നടത്തിക്കൊണ്ടിരിക്കുക. ചികിത്സയ്ക്ക് ചില കാര്യങ്ങൾ ഉപയോഗിക്കാവുന്ന ഈ പ്രൊഡക്റ്റിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ അതിന് എന്താ നാട്ടുഭാഷ പലതിൽ പറയുന്നുണ്ടല്ലോ, അത് പല ഭാഷയിൽ അറിയപ്പെട്ടാലും സംഗതി അതിനകത്തുള്ള കണ്ടന്റ് ഒന്ന് തന്നെയാണ്. അത് കുറച്ച് വൈറ്റമിൻസിന്റെ കാണുന്നുണ്ട് കേട്ടോ. മൾട്ടി വൈറ്റമിൻസ് അതിനകത്തുണ്ട്. കാൽസ്യം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, പിന്നെ അങ്ങനെ നല്ല കാര്യങ്ങളും കൂടെ ഉൾപ്പെട്ട ഒരു കുളവാഴയാണിത്. അപ്പൊ ആ പോർഷൻ മാത്രം അവർ ഏറ്റെടുത്തിട്ട് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയലൈസ്ഡ് പ്രൊസീജിയറിലേക്ക് അവർ മുഴുവന്നിരിക്കുകയാണ്. ഇത് സാധാരണ ഒരു കർഷകനോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റോ ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുക, ഇത് നിന്നിട്ട് ഇതിൽ കാശുണ്ടാക്കാമല്ലോ. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഹെവി മെറ്റൽസ് അതിനകത്തുണ്ട്. കാരണം ജലാശയത്തിൽ ഇതുണ്ടല്ലോ. ജലാശയത്തിൽ മണ്ണ് ചീത്തയായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഹെവി മെറ്റൽസ് മുഴുക്കെ മണ്ണിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കും, ലീച്ചിങ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ വളരുന്ന ഒരു ഉൽപ്പന്നം എന്താണെങ്കിലും, എത്രത്തോളം ഗുണമേന്മ നിങ്ങൾ അവകാശപ്പെട്ടാണെങ്കിലും, എത്രത്തോളം ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് സ്ഥാപിച്ചാലും, എത്രത്തോളം പണം സമ്പാദിക്കാമെന്ന് ആഗ്രഹിച്ചാലും, എത്രത്തോളം ഉപദ്രവം മാറി കിട്ടുമെന്ന് ആഗ്രഹിച്ചാലും, പക്ഷെ ഈ ഒരു വശം അത് പഠിക്കണം. അല്ലെങ്കിൽ മാർഗം ഞാൻ പറഞ്ഞുതരാം. അത് ഏതെങ്കിലും ഒരു കെമിക്കൽ, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ എൻ്റെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ അത് തന്നെ പ്രൊമോട്ട് ചെയ്യല്ല, ഒരു ബിസിനസ് മാർഗമല്ല എടുക്കുന്നത്. ദി ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ടു സ്പ്രേ ഹോമിയോ അഗ്രോ കെയർ അപ്പോൾ ദാറ്റ് വീഡ്, ഇറ്റ് ഈസ് എ വീഡ്. അപ്പോൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വെള്ളത്തിലൊക്കെ പോയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അത് സ്വാഭാവികമായിട്ടും ചെടി നന്നായിട്ട് ഉഷാറായിട്ട് വളരും. പക്ഷേ ഈ ഹെവി മെറ്റൽസ് അബ്സോർഷൻ നടത്തുകയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ഇതിന് എനിക്ക് പരീക്ഷിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ അത് ഞാനും ചെയ്തിട്ട് സ്പ്രേ ചെയ്യുമ്പോഴേ ജനം മുഴുക്കെ എന്നെ പറയും. കാരണം എന്താ വെച്ചാൽ ഒരു കെമിക്കൽ അടിക്കുകയാണെന്നാണ്. അവർക്ക് ഈ ഹോമിയോ അഗ്രോ കെയർ ആണെന്നാൽ അവർക്ക് അറിയില്ല കാര്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ ആദ്യം പിടിച്ച് പുറത്താകും. അപ്പം അതുകൊണ്ട് ഇതൊരു പ്രോഗ്രാമായിട്ട് ഒരു മൂവ് ചെയ്യണം. ആ മൂവ്മെൻറ്റിലാണ് കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നത്. ആ കുളവാഴ ഒരു 2 രീതിയിൽ പതിക്കുക. ഒരു കൺട്രോളൊക്കെ വെച്ചിട്ട് നോക്കണം. ഒരു കായലിലുള്ളത് അല്ലെങ്കിൽ ഒരു കനാലിലുള്ളത് കെട്ടി നിർത്തുക, ആ വെള്ളം അങ്ങോട്ട് ഫ്ലോ ചെയ്യാതെ അതിൽ ഈ മരുന്ന് സ്പ്രേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്പ്രേ ചെയ്യാതിരിക്കുക, കൺട്രോൾ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇത് ലാബിൽ ഹെവി മെറ്റൽ സ്റ്റഡി ചെയ്യുന്ന ലാബിൽ പരിശോധിക്കണം. അപ്പോൾ ഏതിലാണ് മെറിറ്റ് എന്നുള്ള രീതി മനസ്സിലാകും. അപ്പോൾ ആ വെള്ളം നമ്മൾ പരിശോധിക്കുന്നില്ല ഫസ്റ്റ് ടൈമിൽ. സെക്കൻഡ് ടൈമിൽ വെള്ളം പരിശോധിക്കണം. വെള്ളം പരിശോധിച്ചിട്ട് അപ്പോൾ വെള്ളത്തിൽ അതുണ്ട്, പക്ഷേ ചെടി അത് വലിച്ചെടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദ ബെസ്റ്റ് പോസിബിലിറ്റി ഫോർ ഈസി ആൻഡ് എഫക്റ്റീവ് ഫൈറ്റോറെഗുലേഷൻ. അപ്പോൾ നല്ല സുരക്ഷിതമായിട്ട് എളുപ്പത്തിലും വലിയ ചിലവില്ലാത്ത രീതിയിൽ ഒരു ഫൈറ്റോറെഗുലേഷൻ സാങ്കേതിക വിദ്യയിലൂടെ, ശാസ്ത്രീയ വിദ്യയിലൂടെ നമുക്ക് പ്രശ്നത്തിന് പരിഹാരമാകും. എന്നിട്ട് ഈ കുളവാഴ മാറ്റിയിട്ട് ഇതേപോലെ കാര്യങ്ങൾ ചെയ്തോട്ടെ. അപ്പോൾ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ബിഫോർ ആൻഡ് ആഫ്റ്റർ, അത്. രണ്ടാമത് വീണ്ടും ആ പ്രൊഡക്റ്റ് പക്ഷേ എയറിൽ കൂടെ പിന്നെയും വരും. എന്നിട്ട് നേരെ തിരക്കിട്ടുള്ള എയറിലേക്ക് പോകാം, എയർ ടൈറ്റ് ചേമ്പറിൽ നമ്മളതങ്ങ് ഇട്ടേക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളൊരു കണ്ടാമിനേഷൻ, എക്സ്റ്റേണൽ കണ്ടാമിനേഷൻ ഉണ്ടാവില്ല. എന്നിട്ട് മൂന്നാമത്തെ റൗണ്ട് വീണ്ടും ലാബിൽ പരിശോധിക്കുക. ആ എയർ ടൈറ്റ് ചേമ്പറിൽ കിടക്കുന്ന മെറ്റീരിയൽസ് മാത്രമേ ഈ അവസ്ഥയിൽ ഉപയോഗിക്കാവൂ. പക്ഷേ വീണ്ടും കർഷകന് ഈ ചാക്കിൽ കെട്ടി എന്തെങ്കിലും പോയി കഴിയുമ്പോൾ വീണ്ടും ലോക്കൽ ആയിട്ട് സ്പ്രെഡ് ഉണ്ടാവും, കണ്ടാമിനേഷൻ ഉണ്ടാവും. അത് നമ്മൾ ഇവിടെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് ആവശ്യമാണ്. അപ്പം നമ്മൾ പിന്നെ പർപ്പസ്ഫുള്ളായിട്ട് ചിന്തിച്ചിട്ട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾക്ക് എന്തോ ഒരു ഐസൊലേഷൻ ഉണ്ട്, അവർ ഒഴിവാക്കുന്നുള്ള ഒരു കൺഫ്യൂഷൻ അതിലുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഒരു അംഗീകൃത സംഘടന വഴി മൂവ് ചെയ്യുക. അത് ലോക്കൽ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവരെല്ലാം അറിയിച്ചുകൊണ്ട് അവരൊരു മെമ്പർ, നേരത്തെ പറഞ്ഞ 5-6 വിഭാഗക്കാർ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു പ്രോഗ്രാം ചെയ്യണം. പക്ഷെ അതിനു മുമ്പേ നമ്മൾ ഇനീഷ്യൽ സ്റ്റഡി ചെയ്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഏരിയയിൽ കൺട്രോൾ വെച്ചിട്ട് നമ്മൾ നോക്കുക. അത് ലാബത്തിൽ നമ്മുടെ സ്വന്തം ചെലവിൽ തന്നെ അത് പരിശോധിക്കാൻ വിധേയമാക്കണം. അതാണ് നമ്മൾ ഒരു ബാക്കപ്പ് സ്റ്റഡി ആയിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയലായിട്ട് ഉണ്ടാക്കി അവർക്ക് കൊടുക്കേണ്ടത്.
അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും ഒരു പ്രത്യേക ക്യാരക്ടറൈസേഷനെ നോക്കിയിട്ടുണ്ടോ, ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ, അതിന് വാലിഡിറ്റി ഉണ്ടോ, അപ്പം തന്നെ തള്ളിക്കളയേണ്ട താല്പര്യമാണ് ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് ഇത്തരം ആൾക്കാരിൽ. അപ്പം അതുകൊണ്ട് സേഫ് മെത്തേഡ് നമ്മൾ അതേ ഒബ്ജക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അവിടുത്തെ കൃഷി ചെയ്യുന്ന രീതി, പിന്നെ ബംഗ്ലാദേശിലാണ് ഈ രീതിയിൽ നന്നായ രീതി കാണുന്നത്. ഇതൊരു പുതിയ പ്രോഗ്രാമൊന്നുമില്ല, പലരും കണ്ടവരാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് ബെയറായിട്ട് ഈ മെറ്റീരിയൽസ് കൂട്ടിയിട്ട് അതിന് പുറത്ത് ചെടി വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള ഹെവി മെറ്റൽസ്, 3-4 ഹെവി മെറ്റൽസ് നമ്മൾ വേർതിരിച്ചിട്ടുണ്ടെങ്കിലും വലിയ വലിയ ഹൈലി കോൺസെൻട്രേറ്റഡ് ഫോമിലാണത് ഇതിനകത്തുള്ളത്. എന്ത് സാധനവും, എന്ത് ഹെവി മെറ്റൽസും മണ്ണിലെ ഉള്ളത് അത് ലീച്ച് ചെയ്ത് പോകും. അതുപോലെ തന്നെ മഴ ഓപ്പണായിട്ട് മഴവെള്ളം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ലെഡ് കണ്ടന്റ് വളരെ കൂടിയ അളവിലാണ്. ഈ ലെഡ് കണ്ടന്റ് നമ്മൾ വിചാരിക്കുന്നത് ശരിയാണ്, നല്ലതാണ്, മഴയല്ലേ, കുഴപ്പമില്ല, ആരോഗ്യത്തിന് നല്ലതാണ്, അയൺ വേണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ അപകടമാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു വയലിലെ കൃഷി ആദ്യം ചെയ്ത് അത് നിർത്തി. കാരണം വലിയ വലിയ പ്രശ്നങ്ങൾ വന്നുള്ളൂ. മലഭാഗത്തു നിന്നും മലഞ്ചെരിവിൽ നിന്ന് ഭാഗത്തൊക്കെ വെള്ളം ഒഴുകി വന്ന് ഈ കൃഷി സ്ഥലത്ത് നിന്ന് ക്വാളിറ്റി ഇല്ലാതെ ഉൽപ്പന്നം ഉണ്ടായി, അങ്ങനെ നിർത്തി. പിന്നെ അതിൽ കരകൃഷിയിലായി. അങ്ങനെ ഉണ്ടാകുന്ന കുരുമുളക് ഉണ്ടാക്കി. ഭയങ്കരമായ മഴ 2016 അപ്പോൾ ആ സമയത്ത് വിളഞ്ഞ കുരുമുളക് പഴയ ടെസ്റ്റ് ചെയ്ത ലാബിൽ തന്നെ കൊണ്ടുകൊടുത്തു. 535 മില്ലിഗ്രാം അയണാണ് 1 കിലോ കുരുമുളക് കണ്ടത്. 0.5 മില്ലിഗ്രാമാണ് അനുവദനീയം. പക്ഷെ ഇത് അതിനു മുമ്പ് മഴ ഇല്ലാത്തപ്പോൾ അദ്ദേഹം പിന്നെ സ്റ്റോക്ക് ചെയ്തിരുന്നു. ആ ഉൽപ്പന്നം ഞാനും വീണ്ടും കൊടുത്ത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് ലെഡ് കണ്ടന്റ് ഇല്ലായിരുന്നു, അയൺ കണ്ടന്റ് വളരെ കുറവായിരുന്നു. വിതിൻ ദ ലിമിറ്റിൽ അതിൻ്റെ 0.5 അതിൻ്റെ 8-10 അത്രയ്ക്കേ ഉള്ളൂ മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ. 3 റൗണ്ടായിരുന്നു നോക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മഴവെള്ളത്തിൽ അയൺ കണ്ടന്റ് കൂടുതലാണെന്നുള്ള കാര്യം, ലെഡ് കണ്ടന്റ് കൂടുതലാണെന്നുള്ള കാര്യം നമ്മളത് അംഗീകരിക്കണം. ഇനി മഴവെള്ളം ശുദ്ധമാക്കുന്ന രീതി ഇതേപോലെ ഈ പറഞ്ഞ ചെടികളെ അതിനകത്ത് ഒരു ടാങ്കിനകത്ത് അടിച്ചിട്ട് ഇടുക. എന്നിട്ട് ആ വെള്ളം മാത്രമാണ് മീനെ വളർത്തുന്ന ടാങ്കിലേക്കോ അല്ലെങ്കിൽ പിന്നെ കുടിക്കാനോ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ഫസ്റ്റ് റൗണ്ട് ഓഫ് ഫൈറ്റോ റെമഡിയേഷൻ ക്വാളിറ്റി നമ്മളതുപോലെ ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യണമെന്നില്ല. ടെസ്റ്റ് ചെയ്ത് അനുഭവം നമുക്ക് ധാരാളമുണ്ട്. പക്ഷേ എല്ലാവർക്കും അത്രയും പണം മുടക്കാൻ പറ്റില്ല. അപ്പം അതിനും ഭേദം എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു AS മൾട്ടി പർപ്പസ് ആയിട്ടൊരു, അതായത് ഫുഡ് ഐറ്റംസ് അത് കംപ്ലീറ്റ് നോക്കുക. ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളം ഉൾപ്പെടെ പരിശോധിക്കാൻ സംവിധാനം, മനുഷ്യ ശരീരത്തിലുള്ള ഹെവി മെറ്റൽ സ്റ്റഡി ചെയ്യാൻ. അത് നമുക്ക് അതുമായിട്ട് എന്തെങ്കിലും എനിക്കറിയില്ല, അത് അവരോട് ചോദിച്ചാൽ അറിയാം. ഒരു ഉപകരണം തരുന്ന ആൾക്കാർക്ക് അറിയാം മറ്റേതുമായിട്ട് അറ്റാച്ച് ചെയ്യാനോ അല്ല ചെറിയ വിദ്യകളൊക്കെ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 1.5 കോടി രൂപ ഉണ്ടെങ്കിൽ ഇത് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാനേ പറ്റും. ആ ലെവലിലേക്ക് നമ്മൾ ഇനി ചിന്തിച്ചിട്ട് ഉൽപ്പന്നം ക്വാളിറ്റി ആണെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യണം. അത് മത്സ്യമായാലും പിന്നെ ഞണ്ടായാലും കൊഞ്ചായാലും കടുക്കയാണെങ്കിലും. കടുക്കയൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഏറ്റവും കൂടുതൽ അലൂമിനിയം കടുക്കയിലുണ്ട്, നമ്മൾ പഠനവിധേയമാക്കണം. അതുപോലെ കൊഞ്ചും ഇതുപോലെ അതിനകത്ത് മെർക്കുറി ഉണ്ട്. ചൂരമീനിനകത്ത് ഭയങ്കരമായ ഏറ്റവും കൂടുതൽ മെർക്കുറി ഉള്ളത് ചൂരമീനാണ് സാധാരണ നമ്മൾ ഭക്ഷിക്കുന്നത്. പക്ഷെ വലിയ വലിയ സ്രാവ്, കോഡ് അങ്ങനെയുള്ളതിനെല്ലാറ്റിലും മെർക്കുറി കണ്ടന്റ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ യുറേനിയം ഉണ്ടെന്നുള്ള കാര്യം ഇന്നേ വരെ പഠന വിധേയമാക്കിയിട്ടില്ല. കാരണം ലഭ്യമല്ലാത്തതുകൊണ്ട്. പരിശോധന എവിടെ ചെയ്യും, ആര് ചെയ്യും, എങ്ങനെ ചെയ്യും? കാരണം മെറ്റീരിയൽസ് യുറേനിയം ആയതുകൊണ്ടാണ്. അപ്പം അതല്ല, അതിനുള്ള സാങ്കേതിക പിന്നെ വിദ്യകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് അളവ് ഇന്നാണെന്ന് പഠന വിധേയമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ അത് ചെയ്യാൻ അല്ലെങ്കിൽ കേരളത്തിൽ ചെയ്യാൻ വലിയ സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ലിങ്ക് ചെയ്ത് നമ്മളത് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ കിഡ്നി, ലിവർ മുഴുവനും തകർക്കാൻ പറ്റിയ സാധനമാണ് യുറേനിയം. പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റും, ഈ റാഡോൺ ഗ്യാസ് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ഈ കോറിയൊക്കെ നിർത്തണമെന്ന് പറയുന്നതിന് യഥാർത്ഥ മറുവശമുണ്ട്. അതവർ വ്യക്തമാക്കിയിട്ടില്ല. ഈ മണൽ അല്ലെങ്കിൽ പാറ പൊട്ടിക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ റാഡോൺ ഗ്യാസ് ഭയങ്കരമായ അളവിലുണ്ടാവും. പക്ഷേ ഈ റാഡോൺ ഗ്യാസ് വെയിറ്റ് കൂടിയതായതുകൊണ്ട് പ്രത്യേകിച്ച് വീടുകളിലൊക്കെ ആണെങ്കിൽ അത് താഴ്ന്ന സ്ഥലത്ത് 2 അടി, മാക്സിമം 1.25-2.25 അടി വരെ മാത്രമേ ആ മണ്ണിലില്ല റൂമിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ താഴെ പിന്നെ നിലത്ത് കിടക്കുന്നവരും കുഞ്ഞുങ്ങൾക്കും
ഭയങ്കരമായ രീതിയിൽ പ്രശ്നങ്ങളാണ്. ലങ്സ് ആണ് ആ തകർന്നു പോകുന്നത് റാഡോൺ ഗ്യാസ് കൊണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റാഡോൺ ഗ്യാസ് അബ്സോർവ് ചെയ്യുന്ന കാര്യം ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. നോക്കാം എവിടെയെങ്കിലും എന്തെങ്കിലും മാർഗത്തിലൂടെ ചെയ്യാൻ പറ്റും. എനിവേ ഇൻഡോർ പ്ലാന്റ്സിന് പല ഗുണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഇതെല്ലാം ഇപ്പം പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞ ചെടികളൊക്കെ ഈ റൂമിൻ്റെ ഉള്ളിൽ വളർത്തുക. അത്യാവശ്യ സമയത്ത് മാത്രം ഇത്തിരി പിന്നെ വെയിൽ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ സൺലൈറ്റ് കിട്ടാൻ വേണ്ടി മാത്രം പുറത്തോട്ട് വയ്ക്കുക. ഇനി അതല്ല അതിന് സൗകര്യം ഇല്ലെങ്കിൽ സ്വാഭാവികം നമ്മുടെ അഗ്രോകെയർ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് സാഹചര്യം നിലനിർത്താൻ പറ്റും. ഉദാഹരണമായിട്ട് ഈ പച്ചപ്പ് നിലനിർത്തുന്നതിന് പറ്റുന്ന ഹരിതകം സ്വാഭാവികമായിട്ടും ചെറിയ വെളിച്ചത്തിലും ഇത് നമുക്ക് കിട്ടും. അതിനൊരു പഠനം യൂണിവേഴ്സിറ്റിയിൽ വോട്ടറി MSc സ്റ്റുഡൻറ്റ് ചെയ്തിട്ടുണ്ട് കടുചെടിയിൽ. അപ്പോൾ അതിനകത്ത് ഈ ഹരിതകം ABCD ഇത് 4 ഈക്വലായിട്ട് കണ്ടതായിട്ട് മനസ്സിലാവുന്നു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ സാങ്കേതിക വിദ്യ 2 കാര്യത്തിലും ഗുണപ്രദമാണ്. നമ്മൾ ഈ വിയോജിക്കുന്നില്ല, മറിച്ച് നല്ലൊരു കാര്യമായിട്ട് കണക്കാക്കിയിട്ട് ഈ രീതിയിൽ ചെയ്താൽ തീർച്ചയായിട്ടും അത് ആ ഉൽപ്പന്നം അവിടെ വളരുന്ന ഉൽപ്പന്നവും നമുക്ക് ദോഷം ചെയ്യത്തില്ല. അതുകൊണ്ടുണ്ടാകുന്ന ഉൽപ്പന്നം മറ്റുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മനുഷ്യന് കഴിക്കാൻ പറ്റാത്ത മൃഗങ്ങൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്, വളമായിട്ട് ഉപയോഗിക്കാം. പക്ഷെ കണ്ടീഷൻ ചെയ്തേ ഉള്ളൂ, വളമായിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിനകത്തുള്ള ഹെവി മെറ്റൽസ് നിർബന്ധമായിട്ട് സ്റ്റഡി ചെയ്ത് സർട്ടിഫൈഡ് ആയിട്ട് മാത്രമേ കർഷകന് കൊടുക്കാവൂ. അത് കർഷകൻ മാത്രമല്ല അതിനെപ്പറ്റി ആശങ്ക കാണിക്കേണ്ടത് ബാക്കിയുള്ളത് ആ ഉൽപ്പന്നം തിന്നുന്ന നമ്മളത് പ്രത്യേകം ശ്രദ്ധിച്ചേ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞാവും. അവിടെ വളരുന്ന മീൻ, നേരത്തെ പറഞ്ഞത് മീൻ ഉൾപ്പെടെയുള്ള എല്ലാ പിന്നെ ജീവികളും, തിന്നാൻ കൊള്ളാവുന്ന ജീവികൾ എല്ലാം സ്വാഭാവികമായിട്ടും ഈ ക്വാളിറ്റി പരിശോധിച്ച ശേഷം മാത്രമേ മാർക്കറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിന് നമ്മൾ ഈ പറഞ്ഞ നമ്മളെ അടുത്തുകൂടി എല്ലാവർക്കും പിന്നെ ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ജയസൂര്യ സാറിൻ്റെ സംശയം ക്ലിയർ ചെയ്തെന്ന് തോന്നുന്നു. സപ്പോർട്ട് അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. സാറ്, നമ്മള് കപ്പ എല്ലാ ആൾക്കാരും കഴിക്കുന്ന ഒരു സാധനമാണ് കപ്പ. അപ്പൊ കപ്പയ്ക്കകത്ത് സൈനൈഡ് ഉള്ള കാര്യം പണ്ടേ കേട്ടിട്ടുണ്ട്. അപ്പം കപ്പ കഴിക്കുന്നതിന്റെ കൂടെ ഇതിന്റെ ഈ സൈനൈഡിന്റെ കേട് ഒഴിവാക്കാനായിട്ട് കാർബോഹൈഡ്രേറ്റ് ആണ്, അതിന്റെ കൂടെ പ്രോട്ടീൻ, നമ്മള് മീന് അല്ലെങ്കിൽ ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ അത് പോകും എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും സയന്റിഫിക് വശങ്ങളുണ്ടോ സാർ? അതാരാണ് എങ്ങനെ പറഞ്ഞുണ്ടാക്കിയത്? ഇങ്ങനെ ഒരു നാട്ടുകേഴ്വിയുണ്ട് സാറേ. അത് ശരി. അല്ല, അത് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ കപ്പ ആരാണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും അതിനകത്ത് ഈ ഇത് വിഷമുണ്ട്, അതിന് കട്ടുണ്ട്, അതുകൊണ്ട് അത് ഉപയോഗിക്കരുതെന്ന് ആരോണ്ട് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോഴായിരിക്കും അതിന് കൗണ്ടറായിട്ട് ഇത്തിരി പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ശരിയാകുന്നത്. പക്ഷെ ബോഡിക്ക് പ്രോട്ടീനുള്ള വേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് ലെറ്റോക്സിസിറ്റി കുറയ്ക്കാൻ വേണ്ടി കൃത്യസമയത്ത് കൃത്യമായ അളവിൽ ചില ഫുഡ് തെറ്റിയിട്ടല്ല. അപ്പോൾ ഓരോരുത്തർക്കും ഒരു ടൈം ഉണ്ടല്ലോ, പ്രാതലിന് ഒരു ടൈം, പിന്നെ അതിൻ്റെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് ഒരു ടൈം, അല്ലെങ്കിൽ അത്താഴം കഴിക്കുന്നതിന് ഒരു ടൈം ഒക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് തോന്നിയ പോലെയൊക്കെ തിന്നുന്ന ആൾക്കാർക്കാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നും വേറെ ഗാസ്ട്രോഎൻട്രോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ശരിക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് കഴിച്ചു പോകും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് വേറെ കുഴപ്പങ്ങൾ വരുന്നത്. എന്നാൽ അത് മറന്നുകൊണ്ട് നമുക്ക് വേറെ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് വരുമ്പോൾ കൃത്യമായ അളവിൽ പ്രോട്ടീൻ ശരീരത്തിന് കിട്ടുമെങ്കിൽ ഹെവി മെറ്റൽസിനെ പുറത്താക്കാൻ ശരീരത്തിന് ഒരു കഴിവുണ്ട്. ഞാൻ ലെറ്റോക്സിസിറ്റിയെ പറ്റി പഠനം നടത്തിയപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കിയത്. സ്പേസിങ്, വിശന്നിരുന്ന് ആഹാരം കഴിച്ചാൽ ലെഡോ ഹെവി മെറ്റൽസ് ഏതായാലും ശരീരം അബ്സോർബ് ചെയ്ത് കളയും. അങ്ങനെ ഒരു അബദ്ധം കൂടി ഉണ്ട്. അത് എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പക്ഷെ വീട്ടിലെ ആളുകൾ ആ സമയം കൊണ്ട് TV കണ്ടുകൊണ്ടിരിക്കും, വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ആ ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡ് എന്ന് കേട്ടിട്ടില്ലേ? അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല പലരും. ഇപ്പം പത്തനംതിട്ടയിലേക്ക് തിരിച്ചു വരാം. ഈ സമയത്ത് ഈ കാര്യത്തിൽ അവിടെ ഒരു പഠനം നടത്തിയപ്പോൾ അപൂർവം ആൾക്കാരിലും മാത്രമേ ഈ ചിട്ടയുള്ളൂ. ബാക്കി ഏതാണ്ട് 90% ആൾക്കാരും സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല. ഇനി ഒരു നേരം ഭക്ഷണം മാത്രം കഴിക്കുന്നവരുണ്ട്, 2 നേരം മാത്രം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ 3 നേരം കഴിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ കൃത്യനിഷ്ഠതയില്ല. ഇനി ന്യൂട്രീഷ്യസ് ഫുഡ്, അതൊന്നും അവർക്ക് ബാധകമല്ല, അവർക്ക് കേട്ടിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുക.
അപ്പം പഠനം പത്തനംതിട്ടയാണെന്ന് തോന്നുന്നു ആദ്യകാലത്ത് സാക്ഷരതയിൽ മുൻപന്തി വന്നത്. അതുപോലെ നല്ല ശമ്പളവും വിദ്യാഭ്യാസവും സമ്പത്തും ഉള്ളവരാണ്. പ്രത്യേകിച്ച് തിരുവിതാംകൂറുള്ള ഭാഗത്ത് വെള്ളമല്ല, ഇപ്പൊ കൊറോണ ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ വരുന്ന ആൾക്കാരിൽ പോലും ഈ വെജിറ്റബിൾ നിർബന്ധമാണ്. മിനിമം ഒരു അതായത് 3 നേരം നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ 425 മുതൽ 430 ഗ്രാം വരെ വെജിറ്റബിൾ വേണം. അരി ആഹാരം അല്ലെങ്കിൽ മറ്റുള്ള ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള കട്ടിയുള്ള ആഹാരം 400 ഗ്രാം ആണെങ്കിൽ ഇത് അതിനേക്കാൾ കുറെ കൂടുതൽ വേണം വെജിറ്റബിൾ. അത്രയും പ്രാധാന്യമാണ് നമ്മുടെ ശരീരത്തിന്റെ ധർമ്മം നിലനിർത്താൻ. പക്ഷേ ഈ കുട്ടികൾ പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരായാലും പഠിക്കാൻ പോകുന്നവരാണെങ്കിലും വെജിറ്റബിൾ എന്നുള്ള സാധനം അവർ കഴിക്കുന്നില്ല. അതോ കഴിച്ചാൽ തന്നെ കഷ്ടിച്ച് ഒരു 2 നേരത്തേക്ക് മാത്രം ഒരു 10-20 ഗ്രാം വരെ അവർ കഴിക്കുന്നുള്ളൂ. പിന്നെ അതെങ്ങനെയാണ് അവരുടെ ആരോഗ്യ സംരക്ഷണം ഉണ്ടാകുന്നത്? ഈ രാജ്യത്തുള്ള വാക്സിൻ എല്ലാ ദിവസവും കുത്തിവെച്ചാലും അവർക്ക് വല്ല ഗുണം കിട്ടുമോ? അപ്പം നമ്മളിപ്പോൾ എന്താ വാക്സിൻ എടുക്കുക? എന്താ പർപ്പസ്? എങ്ങനെ? പ്രതിരോധ ശേഷി ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ഇത് നോർമലായിട്ട് പ്രതിരോധ ശേഷി, അവർക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രവർത്തനങ്ങളെല്ലാം നടത്തണമെങ്കിൽ ഈ പറഞ്ഞ ആഹാര പാനീയങ്ങൾ വേണം. അതുപോലെ തന്നെ പിന്നെ മാർക്കറ്റിൽ കിട്ടുന്നത് എന്ത് തരം ഫുഡ് കഴിക്കാനാണ് അവർക്ക് ആഗ്രഹം? എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ട്? നമ്മൾ പൊറോട്ടയിൽ എന്തൊക്കെയാ ക്വാളിറ്റി ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. വയറ് പറയും. അങ്ങനെ ഒരു ഫൈബറാണത്. ഒരു തരം എന്താ ഫൈബർ എന്ന് പറയുന്നതിന് വേറെ ഭാഷയിലേ ഉള്ളൂ, അല്ലാതെ ക്വാളിറ്റി ഉള്ള ഫൈബർ അല്ലത്. ഫൈബറിന് വലിയ മെറിറ്റ് ഉണ്ട്. ആ ക്വാളിറ്റി ഉള്ളതിനാണ് ഫൈബർ എന്ന് പറയുന്നത്. അത് കഴിച്ചാൽ വേറെ മെച്ചം ബോഡി കിട്ടും. ഇവിടെ സ്വാഭാവികമായിട്ട് അത് സംഭവിക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ പഠനം പിന്നെ നമ്മളിപ്പോൾ നോക്കേണ്ടത് ഭക്ഷണ രീതി, അവരുടെ ആരോഗ്യ സംരക്ഷണം എന്താണ്. ഇത് പത്തനംതിട്ടയിലൊക്കെ എത്തിയിട്ട് ഇങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്കിയെല്ലാം വരുന്നത് മലപ്പുറം ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ളത്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ളത് സ്വാഭാവികമായിട്ട് അവരുടെ ഭക്ഷണ രീതി പഠിക്കാതെ എന്താണ് ആരോഗ്യ സംരക്ഷണം നടത്തുന്നത്? അപ്പോട്ടെ, ഭക്ഷണം കഴിക്കുന്ന അങ്ങനെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇതൊരു 40 വർഷത്തിന് മുമ്പൊക്കെ ചിട്ടയോടുകൂടി ഇത്ര പച്ചക്കറികൾ, ഇത്ര പിന്നെ ഉപ്പേരി, അല്ലെങ്കിൽ പിന്നെ എണ്ണക്കുരുക്കൾ, അല്ലെങ്കിൽ പിന്നെ പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ നിർബന്ധമായിട്ട് വീട്ടിലെ അമ്മമാർക്ക് അറിയാം. അവർ നമ്മൾ തീറ്റിപ്പിച്ചേക്കും. ആ പ്ലേറ്റിൽ ഇതൊക്കെ ഉണ്ടാവും. ഇപ്പം അതല്ലല്ലോ. ഇത്തിരി ഇറച്ചി അല്ലെങ്കിൽ ഇത്തിരി ബ്രെഡ്, പിന്നെ അവർക്ക് അങ്ങനെ ഒരു പഴം തിന്നുന്ന കാര്യം അവർക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പം ഇങ്ങനെയൊരു സാഹചര്യത്തിലുള്ള ജനത്തിന് എങ്ങനെയാണ് ആരോഗ്യ സംരക്ഷണം വരുന്നത്? അതുകൂടാതെ വായു മലിനീകരണം, പിന്നെ ജലമലിനീകരണം. സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഭരിക്കുന്നത് ഇപ്പോൾ ആരൊക്കെയാന്ന് നമ്മൾ അറിഞ്ഞു. 380 ലക്ഷം കോടി വൈറസും അതിൻ്റെ 15 ഇരട്ടിയുള്ള ബാക്ടീരിയയും ഫംഗസും മൈക്രോപ്ലാസം, ഫൈറ്റോപ്ലാസ്മ എല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ ശരീരത്തിൽ അടഞ്ഞുകൂടിയിരിക്കുക. ആരുടെയൊക്കെ ഭാഗ്യം എന്നറിയില്ല, ഇതൊക്കെ എല്ലാം കൂടി പുറത്ത് ചാടുന്ന ഒരു സാഹചര്യം വരും. ഇപ്പോൾ കൊറോണ കാണുമ്പോൾ കയറി കളിക്കുന്നു. അപ്പം ഈ കാര്യങ്ങളും കൂടി നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, അതിന് പരിഹാരം കണ്ടെത്തണം. അല്ലാതെ പഠിച്ചു മനസ്സിലാക്കിയിരുന്നിട്ട് കാര്യമില്ല. ദ എസൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് നത്തിങ് ബട്ട് ചേഞ്ച്. നമ്മളിൽ മാറ്റം വരണം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ട് ഇത്രയും സമയം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നു. പക്ഷെ പ്രായോഗിക വിഷമം പലരിലും ഉണ്ട്, അത് അംഗീകരിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും അണ്ണാൻ തന്നാലാത്ത രീതിയിലൊന്നും മൂവ് ചെയ്യാമല്ലോ. ഇനി ഒറ്റയ്ക്ക് പറ്റില്ല, 5 ആൾ കൂടി പറ്റുന്നില്ല, 10 ആൾ വേണം, 20 ആളാണ്. ഇപ്പം നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ഈ മെസ്സേജ് കൊടുത്തിട്ട് അവർക്കെങ്കിലും പോരാൻ വരുന്ന ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ഉൽപ്പന്നം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ ഇപ്പം നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇവിടെ മീൻ ഉപയോഗിക്കുന്നത്, ആ മീനിനെ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എങ്ങനെയാണ്, ഇയാൾ കുഴപ്പക്കാരനാണല്ലോ, ഇയാൾ ആളുകളെ പേടിപ്പിച്ചല്ലോ, ഞാൻ കച്ചവടം നടക്കില്ലല്ലോ. അതല്ല, ആ കടലിലേക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടെന്നുള്ള പഠന വിധേയമാക്കി മനസ്സിലാക്കി കഴിഞ്ഞു. മനസ്സിലാക്കി വെളിച്ചത്തിൽ അതിൽ ഈ കടന്നുകൂടാൻ സാധ്യതയുള്ള വിഷവസ്തുക്കളെ നമ്മൾ ഇല്ലായ്മ ചെയ്തു. അങ്ങനെ ഇല്ലായ്മ ചെയ്ത സാധനമാണ് മാർക്കറ്റിൽ ടെസ്റ്റ് റിപ്പോർട്ട്സ് ചെയ്ത് വിതരണം ചെയ്യുന്നെങ്കിൽ, വിൽക്കുന്നെങ്കിൽ സമ്പത്ത് കർഷകന് കിട്ടി, സംഘടനയ്ക്ക് കിട്ടി, അതിൻ്റെ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മേറ്റ് രാജ്യത്തിന് കിട്ടി. അപ്പോൾ ഈ വിഷയമാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്. അപ്പം അതിനുവേണ്ടി മറ്റുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാനും എനിക്ക് താല്പര്യമുണ്ട്. എത്രത്തോളം നമുക്ക്
മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ പ്ലീസ്. ഇത് വ്യത്യസ്ത മേഖലയാണോ ആയതുകൊണ്ടാണോ ആൾക്കാർക്ക് ചോദിക്കാമല്ലോ? ഞാൻ തന്നെ ചോദിക്കണോ സാറേ? ചോദിച്ചോ. സാറേ, ഈ നമ്മുടെ ഫോട്ടോ ഫൈറ്റോ റെമഡിയുടെ ഭാഗമായിട്ടുള്ള തോട്ടക്കര എന്ന് പറയുന്ന മറ്റേ ലുഡ്ബീജിയ, അതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്? അതെങ്ങനെയാണ് ആ ചെടിയുടെ വളർന്ന് നമ്മളത് ഇപ്പം സാറൊക്കെ ആ വച്ചേക്കുന്ന രീതി, അത് ഞാനിപ്പോ ഹൈഡ്രോപോണിക്സ് എക്സ്പെർട്ട് ആയതുകൊണ്ട് ഞാൻ പറയാം, സോയിലെസ് ഫാർമിംഗ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇത് നമുക്കത് ഒരു തെർമോകോളിന്റെ ഷീറ്റിനകത്തേക്ക് ചെറിയ ചെറിയ പോട്ടിനകത്ത് വളർത്തി കഴിഞ്ഞാൽ, നേരത്തെ തന്നെ അതിനകത്ത് വളർത്തി ആദ്യകാലങ്ങൾ തന്നെ ചെടി വെത്തായിട്ട് വളർത്തി കഴിഞ്ഞാൽ ഇത് എത്ര നാൾ വേണമെങ്കിലും വെള്ളത്തിൽ നിന്നോളൂ അത്. അപ്പം അതിന് ഈ ഒരു ഇത്രയും ബുദ്ധിമുട്ടും വരുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ കുട്ട കെട്ടേണ്ട കാര്യമില്ല. നമുക്കൊരു ചെറിയ ഈ ത്രോ അവേ സാധനമാണ് തെർമോകോൾ ഷീറ്റുകളൊക്കെ. പല ഈ ഫിഷ് ഇതിന്റെ ഐസ് ബോക്സ് ആണ് ഞാൻ പറഞ്ഞത്, ഐസ് ബോക്സിന്റെ കവർ. അതിനകത്ത് ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയും ചെയ്യും. ആദ്യകാലങ്ങളിൽ തന്നെ ഈ ചെടി ഇതിനകത്ത് വളർത്തണം. അപ്പൊ അതിന് ചെടിയുടെ ലൈഫ് പ്രശ്നം വരില്ല. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. അത് എങ്ങനെയാണ് അതിന്റെ ഇത് കുരുവിട്ടാണോ വളർത്തുന്നത്, അതോ ഇത് ചെടി തന്നെയാണോ? അതിന്റെ ഈ കമ്പുകൾ വെച്ചാൽ വളരുമോ? എങ്ങനെയാണ് ഇതിന്റെ ആ വളർത്തിയെടുക്കുന്ന ആ ചെടി? അത് നമ്മൾ സാധാരണ ഇതില് ടപ്പിയോക്കാടെ വളർത്തി അതിന്റെ കഷ്ണം മുറിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അതുപോലെ ഒരു പീസ് ഒരു 8 ഇഞ്ച് 9 ഇഞ്ച് നീളത്തിന് ചെറിയ കമ്പ് അതിൻ്റെ കിട്ടും. അത് പിന്നെ നല്ല രീതിയിൽ ഷാർപ്പ് നൈഫ് കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ തെർമോക്കോളിനകത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം വേണം, അടിയിൽ ആ വേര് വളരാൻ വേണ്ടിയുള്ള വെള്ളം. എന്നിട്ട് നന്നായിട്ട് വേര് വളർന്ന ശേഷം ക്വാളിറ്റിയുള്ള തെർമോക്കോൾ വേണം. കാരണം അത് ഏതെങ്കിലും രീതിയിൽ പൊടിഞ്ഞു പോയാൽ പിന്നെ ജലാശയത്തിൽ അതിൻ്റെ പൊങ്ങിക്കിടക്കും, ആളുകൾ കാണുമ്പോൾ ഒക്കെ ദേഷ്യം വരികയും ചെയ്യും. അപ്പം അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള, എനിക്ക് തോന്നുന്നത് ഐസ് വരുന്നതും അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന തീരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞൊന്നും വാങ്ങരുത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 5 ഇഞ്ച് പിന്നെ സ്പേസിൽ ദ്വാരം ഇട്ട ശേഷം അതിനകത്ത് ഈ സ്റ്റെം ഇറക്കി വെക്കുക. അപ്പോൾ അത് ഉള്ളിലേക്ക് പോകാത്ത രീതിയിലുള്ള കുറച്ച് ടൈറ്റ് ആകുന്ന രീതിയിൽ അത് ഫ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വെള്ളത്തിൽ ധാരാളമായിട്ട് വേര് വരും. കാരണം ഇത് ഈ വെള്ളത്തിൽ കിടക്കുന്ന ഒരുപാട് സാധനങ്ങൾ അതിന് ആവശ്യമുള്ളതുണ്ടല്ലോ, അത് പെട്ടെന്ന് ഇത് അബ്സോർവ് ചെയ്യും. കാരണം അബ്സോർവിങ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഇതിനുള്ളത്. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ചെടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ വളം ആയിട്ട് അതങ്ങ് സ്വീകരിക്കുകയും ചെയ്യും, നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പോൾ 2 വിഭാഗം നേരത്തുണ്ടല്ലോ, സ്വന്തമായിട്ട് ചെടികൾക്ക് വളരാനുള്ള ന്യൂട്രീഷൻ, അതിൻ്റെ കഴിവനുസരിച്ചിട്ട് അത് വെള്ളത്തിൽ നിന്ന് വേസ്റ്റ് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കും. അതോടൊപ്പം തന്നെ സെക്കൻഡറി മെറ്റോളൈറ്റ്സ് സൈമൾട്ടേനിയസ് ആയിട്ട് ഏത് വൃക്ഷലതാതി ഉണ്ടാക്കുന്ന പോലെ ഇതും ഉണ്ടാക്കും. ആ കാരണം കൊണ്ട് അതിന് പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാകണമെന്നില്ല. പെസ്റ്റ് അറ്റാക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആടോ അല്ലെങ്കിൽ കന്നാലികളോ ഒന്നും വന്ന് അത് തിന്ന് നശിപ്പിക്കത്തില്ല, സെക്കൻഡറി മെറ്റോളൈറ്റ്സ് ഉള്ളതുകൊണ്ട്. അപ്പം ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യും. അപ്പം ഇത് ഈസി ആയിട്ട് വളർത്താം, ഏത് സാഹചര്യത്തിലും വളർത്താം. ഇപ്പോൾ വെള്ളത്തിലായിക്കൊണ്ട് പിന്നെ വേനൽക്കാലമൊന്നും പേടിക്കണ്ട. പക്ഷെ കണ്ടീഷൻ ഇതേ ഉള്ളൂ, അത് രണ്ടാമത് ഡിസ്പോസ് ചെയ്യണം. അത് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. മറ്റേ സയൻറ്റിസ്റ്റുകൾ അടങ്ങുന്ന സമൂഹം അല്ലെങ്കിൽ ഇപ്പം അത്യാവശ്യമായിട്ട് എല്ലാ കമ്മിറ്റികളിലും ഓരോ ആളുകൾ ഇവർ പിന്നെ LSG-കാരും ഒക്കെ വെക്കാറുണ്ട്. അവരത് ചൂണ്ടിക്കാണിക്കും, പ്രശ്നമായിട്ട് വരും. അപ്പോൾ ആ ഡിസ്പോസൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് കൊള്ളാം, ആ രീതി ഇന്നതാണ്, അതുകൂടെ കണ്ട് എഴുതി തയ്യാറാക്കി ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലോക്കൽ പാർട്ടി അത് അംഗീകരിക്കും. അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് തെർമോക്കോളൊക്കെ കൊണ്ട് അവിടെ കൊണ്ട് ഇടുകയാണെങ്കിൽ കച്ചറാണെന്ന് പറയാൻ ആളുകൾ പോലെ ഉണ്ടാക്കി അത് തിരിച്ചെടുക്കുകയും വേണം. അത് തിരിച്ചെടുത്ത് റീയൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ, നല്ല ക്വാളിറ്റി തെർമോക്കോളിൻ്റെ പാക്ക് മെറ്റീരിയലാണെങ്കിൽ. അപ്പോൾ താങ്കൾ പറഞ്ഞ ഐഡിയ അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ബയോഫ്ലോക്കിൻ്റെ കേസിൽ ഞാൻ മനസ്സിലാക്കുന്ന വലിയ അതിൻ്റെ കറണ്ട് അഫെയർ ആണ് വരുന്നത്. അതിൻ്റെ ഒന്ന് സ്പീഡ് കുറച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പം വരുന്നില്ല. എന്തായാലും ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ചെടിയെ കൂടാതെ തന്നെ നമുക്ക് ഫേൺ, പിക്ചർ പ്ലാന്റ് എന്നൊക്കെ പല സ്ഥലത്തും പറയുന്നത്, ആ ഇലയുടെ അടിഭാഗത്ത് വെളുത്ത ഒരു പിന്നെ നോട് പോലെ സ്പോട്ട് ഉണ്ടാവുമല്ലോ, അത് ശരിക്കും ആഴ്സനിക്ക. അതാണ് ഓരോ ആളുകൾ
പുറത്ത് പോയിട്ട് തമാശ കാണിച്ച് ഒട്ടിച്ചിട്ട് അതേ ഷേപ്പിൽ പിന്നെ പടം വരച്ച പോലെ വെളുത്ത സ്പോട്ടും ഉണ്ടാവും. അത് വലിയ അപകടം. അതാരും നക്കുകയോ പിന്നെ കുട്ടികളുടെ തമാശയായിട്ട് കാണിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം എടുത്ത് കുടിക്കുകയോ ഒന്നും ചെയ്തത്. അപ്പൊ ചെടി അത് അബ്സോർവ് ചെയ്ത് സൂക്ഷിച്ചതാണ്. അത് സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മുള്ളൻ ചീര, മറ്റേ ചെടി കിട്ടിയിട്ടില്ലെങ്കിലും മുള്ളൻ ചീര തന്നെ ഈക്വലി ഇഫക്റ്റീവ് ആണ്. മുള്ളൻ ചീര മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നെ സൊളാന തോർവം, അത് പുത്തിരിച്ചുണ്ട, ഇത് 4 ചെടിയും ഒരേ കാറ്റഗറിയിൽപ്പെട്ടതാണ്. പിന്നെ കടുകിന് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കടുകിന് അത് സാധിക്കുമോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ കടുക് കുറച്ച് യുറേനിയം വലിച്ചെടുക്കും, ആഴ്സനിക്ക് വലിച്ചെടുക്കും. പക്ഷെ അത് ഇഗ്നോർ ചെയ്ത് ആഴ്സനിക്ക് രീതിയിൽ അത് മറ്റേ ചെടിയാണ്, മറ്റേ ഫേൺ. ഇത് നമുക്കത് ഇനി ചോദ്യം ചോദിക്കാൻ ആർക്കും താല്പര്യമില്ലെങ്കിൽ 12 മണിയായി, നമുക്കത് ഫിനിഷിലേക്ക് പോകാം. ഒരു 5 മിനിറ്റ് കൂടി ചോദിക്കാനുള്ളവർക്ക് അവസരം തരാം. അടുത്ത ക്ലാസ്സിൽ 2-3 ഐറ്റം കൂടെ പറയാനുണ്ടാവും. അതായത് കാഡ്മിയം, ക്രോമിയം, നിക്കലും. ഇത് ഈ എന്തുകൊണ്ട് ഈ കൊറോണ ഇത്രയും പ്രശ്നത്തിലേക്ക് എത്തുന്നുള്ള കാര്യം നോക്കുമ്പോൾ, ഒന്ന് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി കുറയുന്നത്. അവസരം കാത്തിരിക്കുക, നമ്മുടെ ബോഡിയിൽ തന്നെ ഇതുണ്ടല്ലോ. രണ്ടാമത് അന്തരീക്ഷത്തുണ്ട്. നമ്മൾ എന്തെങ്കിലും ഫുഡ്, ക്വാളിറ്റി ഉള്ള ഫുഡ് കഴിച്ച് നമ്മുടെ പ്രതിരോധ ശേഷിയെ ഒന്ന് ഉയർത്തി നിർത്താൻ സാധിക്കുമോ? അത് നമ്മൾക്ക് സ്വപ്നത്തിലുണ്ട്, പക്ഷെ പ്രായോഗികമായിട്ട് നടക്കുന്നില്ല. നമ്മളങ്ങനെ ക്വാളിറ്റിയുള്ള ഫുഡ് കഴിക്കുന്നില്ല. അഥവാ കഴിച്ചു പോയെങ്കിൽ അതിനകത്ത് ഈ കുറഞ്ഞ കുഴപ്പം പിടിച്ച സാധനങ്ങളുണ്ട്. പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ കൂടുതൽ കൺസേൺ ആയി. ഇതൊക്കെ പച്ചക്കറിയിൽ കീടനാശിനിയുണ്ട്, ഹെവി മെറ്റൽ ഉണ്ട്. ഞാൻ പറഞ്ഞു കീടനാശിനിയുടെ കാര്യം അറിഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഞാൻ ഹെവി മെറ്റൽസും കൂടെ പറഞ്ഞ് ഇരട്ടിയിരിക്കില്ലേ, പേടിപ്പിച്ചിരിക്കില്ലേ. എന്നാൽ പിന്നെ അത് വേണ്ടേ വേണ്ട. പഴവും വേണ്ട, പച്ചക്കറിയും വേണ്ട. പിന്നെ എങ്ങനെയാണ് നമുക്ക് കുറച്ച് ഇന്ന ആളാണെന്ന് പറയുന്നത് ജീവിക്കണ്ടേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനു വേണ്ടിയുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കണം. അതാണ് ഞാൻ പറയുന്നത്. ആ ഉത്പാദിപ്പിച്ച ആൾക്ക് ജീവിക്കാനുള്ള മാർഗം, നല്ല രീതിയിൽ സമ്പത്തും വരുമാനം വേണം. അദ്ദേഹത്തിന് പല മോഹങ്ങളുണ്ട്, അവരുടെ മക്കൾക്ക് നല്ല മോഹങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ സാധ്യമാക്കണം, കളക്റ്റീവായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനെ ഉത്പാദിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ആന വന്നു, പന്തി വന്നു, മുള്ളം പന്തി വന്നു, ഇരുള് പൊട്ടി, ഇതൊക്കെ സംഭവിക്കാത്ത കാര്യങ്ങളല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ കുറച്ച് തുട്ടുണ്ടായാൽ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം വിദേശത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ, അമേരിക്കയിലെ അയച്ചക്കാരൻ കുരുമുളകിന്റെ കഥ പറഞ്ഞില്ലേ, 21 മില്ലിഗ്രാം ലഡു വന്നത്. അത് കേരളത്തിൽ ഇത്രയും ആൾക്കാരുണ്ടായിട്ട്, സയന്റിസ്റ്റ് ഉണ്ടായിട്ട്, സ്ഥാപനം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത് നടന്നു എന്നുള്ളതിന് ആരെങ്കിലും ഒന്ന് പഠിച്ചോ? അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ സമൂഹത്തിൽ നമ്മൾ വിളിച്ച് ആദരിക്കേണ്ടതാണ്. അപ്പൊ ഇത് ലഡ് എങ്ങനെ വന്നു എന്ന് മനസ്സിലായി. കോപ്പർ സൾഫേറ്റിന്റെ മാലിന്യമാണെന്ന് മനസ്സിലായി. കോപ്പർ സൾഫേറ്റ് നമ്മളിപ്പോൾ കോടാനുകൂടി മില്യൺ ടണ്ണ്, അതിന് വേറൊരു വാക്കുകൾ നിങ്ങൾ കണ്ടെത്തിക്കൊള്ളൂ. ഇത്രയോ കാലമായിട്ട് കോപ്പർ സൾഫേറ്റ് പിന്നെ നമ്മുടെ കുമ്മായം കൂടി ചേർത്തിട്ട് അതിനകത്തൊരു ബോഡോ മിശ്രം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മണ്ണിൽ ഒരു പഠനം നടത്തി, കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ചിട്ട്. ഏറ്റവും കൂടുതൽ പാലക്കാട്ടാണ് കോപ്പർ. ഇനി താമസിയാതെ അതുകൊണ്ട് വലിയ കോപ്പർ പാളികയായിട്ട് മാറിക്കിടക്കുമെന്ന് അറിയില്ല മണ്ണിലേക്ക്. അപ്പൊ ഇതൊക്കെ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ, പ്രകൃതി ഒന്നും കുഴപ്പം കാണിക്കുന്നില്ല. പക്ഷെ വലിയ വൈകല്യങ്ങളുള്ളപ്പോൾ പ്രകൃതിക്ക് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും അഡ്വേഴ്സ് എഫക്റ്റ് വരുന്നത്. അത് റീച്ച് ചെയ്യാൻ വേണ്ടി പ്രകൃതി ഒരുപക്ഷെ മറ്റേ ഈ പറയുന്ന നാട്ടിലെ ഭാഷ പറയുന്ന പോലെ പിന്നെ ഇരുള് പൊട്ടുകയോ അങ്ങനെയൊക്കെ ചെയ്തു പോയിരിക്കും. കാരണം അന്ത്യു ചൂട് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് പാറയുടെ പരിസരത്തിരിക്കുന്ന മണ്ണ് മുഴുവൻ അത് അകന്ന് സ്പേസ് ഉണ്ടാവും. സ്പേസ് ഉണ്ടാകുമ്പോൾ അതിനെ കൂടി വെള്ളം ഇറങ്ങി നിൽക്കും. ആ വെള്ളം സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് അത് പുറത്ത് പോകണമല്ലോ. ഏതെങ്കിലും മൈനറായിട്ടുള്ളൊരു ദ്വാരം എങ്ങനെയെങ്കിലും ക്രമേണ ഉണ്ടാവും. അതായത് ഒരു പക്ഷേ ഞണ്ട് അതിനൊരു കാരണക്കാരനായിരിക്കാം, എലി ഒരു കാരണക്കാരനായിരിക്കാം, പാമ്പ് ഒരു കാരണക്കാരനായിരിക്കാം, അല്ലെ അതുപോലെ ചില ജീവികൾ മാളം ഉണ്ടാക്കാൻ ഇരിക്കും. അതിനെ കൂടി പതുക്കെ പതുക്കെ ലീച്ച് ഒരു ഡ്രോപ്പായിട്ട് വന്ന് 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 ഒരു ചെറിയ തോതിൽ സ്ട്രീമായി, പിന്നെ അതൊരു
എക്സ്പ്ലോഷൻ രീതിയിൽ ആയി. അപ്പോൾ ഇതൊക്കെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളാണ്. ഇനി അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, അണ്ടർഗ്രൗണ്ട് വാട്ടർ വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് ഹെവി മെറ്റൽസ് ഉണ്ടാകും. അണ്ടർഗ്രൗണ്ട് ഉണ്ടാകുന്ന വോൾക്കാനോടെ അംശങ്ങളൊക്കെ കട്ടി ഉറച്ചായിട്ട് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് അങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോഴത്തെ സമയത്ത് ഇതൊക്കെ താഴ്ന്ന സ്ഥലത്തേക്ക് ഒന്ന് അടിഞ്ഞു കൂടും. നെല്ല് വളർത്തുന്നതാണ് ഏറ്റവും കൂടുതൽ വെള്ളം, പിന്നെ കരനെല്ലായാലും അത് പോട്ടെ, വലിയ പ്രശ്നം വരുന്നില്ലെങ്കിലും സാധാരണ ഇതിൽ വെള്ളത്തിൽ നെല്ല് വളർത്തും. നെല്ലിൻ്റെ ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ അതിനകത്ത് ആശിനി കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി അത് അരിയും തിന്നാതാകുന്ന ലക്ഷണമാണ്. അപ്പോൾ എങ്ങനെ ക്വാളിറ്റിയുള്ള ഫുഡ് ഉണ്ടാക്കണം എന്നുള്ള കാര്യം പഠിച്ച ശേഷം അത് പരിശോധനയ്ക്ക് വിധേയമാക്കി ഉപയോഗിക്കാവുന്ന കൊള്ളാമെന്നുള്ള സർട്ടിഫിക്കേഷൻ വാങ്ങി അങ്ങനെയാണ് നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് അത് കച്ചവടം ചെയ്തിട്ട് അല്ലെ കർഷകർക്ക് വരുമാനം ഉണ്ടാക്കട്ടെ. പക്ഷെ കഴിച്ചവൻ എന്ത് ചെയ്യും? കഴിച്ചവന് അറിയണം ആശുപത്രി കൊടുക്കാൻ വേണ്ടി പണം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഫുഡ് ഇസ് എ മെഡിസിൻ എന്നുള്ളതാണ് അവസാനമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടത്. ഇനി ആർക്കും ഒരു ചോദ്യവും ഉത്തരവും പറയേണ്ട കാര്യമില്ലല്ലോ. ഉത്തരവുണ്ട്, ചോദ്യമുണ്ടോ? എന്തായാലും നമുക്കിത് അവസാനിപ്പിക്കാം. എന്തായാലും നല്ല ഒരു കാര്യമായ രീതിയിൽ ശ്രദ്ധയോടുകൂടി താല്പര്യം ഉണ്ടായി സമയം കണ്ടെത്തി ഈ പ്രോഗ്രാം ശ്രദ്ധിച്ച എല്ലാവരെയും പ്രത്യേകം അവരോട് നന്ദി പ്രകടിപ്പിക്കുന്നു. നമ്മുടെ IFPH പ്ലാറ്റ്ഫോം പ്രത്യേകിച്ച് നമുക്ക് ഈ അവസരം ഉണ്ടാക്കി തന്നതിന് അവരോടും എല്ലാ സംഘാടകരോടും പിന്നെ അതുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തിട്ട് ജയിക്കുന്നു. ഓക്കെ, നമുക്ക് ഈ സെഷൻ ക്ലോസ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് IFPHന്റെ ട്രസ്റ്റി ഡോക്ടർ അനിൽകുമാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരം കേട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ലേറ്റ് ആണെങ്കിൽ പറഞ്ഞു. ഹലോ സാർ. പറഞ്ഞു. സാർ, ഇന്നത്തെ ക്ലാസ് വളരെ ഭംഗിയായിരുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും IFPHന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു, എസ്പെഷ്യലി സാറിനും. താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ അനിൽകുമാർ. നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. ഓക്കെ. ഓക്കെ.